കുടുംബം, സദാചാരം, ഇസ്ലാം, ലിബറലിസം എന്നീ വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് പ്രമുഖ പണ്ഡിതനും വാഗ്മിയും ശാന്തപുരം മഹലിന്റെ അസിസ്റ്റന്റ് കാദിയുമായ സക്കീർ ഹുസൈൻ തുവൂരാണ്. ഏവർക്കും സ്വാഗതം. സക്കീർ സാഹിബ്, ഈ മനുഷ്യ സമൂഹത്തിന്റെ അടിത്തറ കുടുംബമാണെന്ന് നമ്മൾ സ്ഥിരമായി പരിചയപ്പെടുത്തുന്ന ഒരു വാക്കാണ്. അതിലപ്പുറം നമ്മൾ പ്രായോഗിക ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെല്ലാം കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. അതിൽ മതപരമായ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഹിന്ദുക്കൾ കാണുന്നു, നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾ, അതുപോലെ തന്നെ മറ്റു മതക്കാര്, മതമില്ലാത്തവർ, കമ്മ്യൂണിസ്റ്റുകൾ മതമില്ലാത്തവർ എന്ന് പറയും, യുക്തിവാദികൾ, എല്ലാവരും കുടുംബമായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ അടുത്തിടെയായിട്ട് ഒരുപക്ഷെ മനുഷ്യ സമൂഹത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവം നിലക്ക് കുടുംബ വ്യവസ്ഥയെ തന്നെ തള്ളിപ്പറയുകയും കുടുംബം തകരേണ്ട ഒന്നാണെന്ന് വളരെ ദാർശനികമായി തന്നെ എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വ്യവസ്ഥാപിതമായി തന്നെ നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കുടുംബ വ്യവസ്ഥ എങ്ങനെയാണ് രൂപപ്പെട്ടത്? മനുഷ്യ ജീവിതത്തിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഷീർ സാഹിബിൻ്റെ ചോദ്യങ്ങൾ വളരെ പ്രസക്തമായ കാലികമായിട്ടുള്ള ചോദ്യങ്ങളാണ്. കുടുംബം എന്ന സ്ഥാപനം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘടകമാണ്. സമൂഹത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റാണ് കുടുംബം എന്ന് പറയുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചിട്ടുള്ളതല്ല. ചരിത്രപരമായി നോക്കിയാലും അതുപോലെ തന്നെ മതപരമായ അടിസ്ഥാനങ്ങൾ നോക്കിയാലും, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നോക്കിയാലും മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിതം ആരംഭിക്കുന്നത് തന്നെ കുടുംബമായിട്ടാണ്. ആദം നബി അലൈഹി ഇസ്ലാം മനുഷ്യനായിരുന്നു, നബിയായിരുന്നു. അതോടൊപ്പം അദ്ദേഹം ഒരു ഭർത്താവും ഒരു പിതാവും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഭൂമിയിലേക്ക് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പത്നി ഹവ്വ എന്ന് നമ്മൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ പത്നി, അവരും മനുഷ്യ സ്ത്രീയായിരുന്നു. അതോടൊപ്പം ഒരു ഭാര്യയും ഒരു മാതാവുമായിരുന്നു. അന്ന് മുതൽ മനുഷ്യർ ഭൂമിയിലേക്ക് വന്നത് തന്നെ കുടുംബമായിട്ടാണ് എന്നാണ്. കുടുംബജീവിതമാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിങ്ങനെ തലമുറകളിലൂടെ കടന്നു വന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ചർച്ചയുണ്ട്, കുടുംബം എന്ന് പറയുന്നത് ചരിത്രപരമാണോ അതോ ദൈവികമാണോ? ചരിത്രപരമാണ് എന്ന് വാദിക്കാനാണ് അല്ലെങ്കിൽ സമർത്ഥിക്കാനാണ് ആധുനിക ലിബറൽ ചിന്താഗതിക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ അതിങ്ങനെ യാന്ത്രികമായി അങ്ങോട്ട് സംഭവിച്ചു പോയതാണ്. എങ്ങനെയൊക്കെയോ മനുഷ്യരുടേതായ താല്പര്യങ്ങൾ കൂടിക്കലർന്ന് അങ്ങനെ 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 അങ്ങ് വന്നു പോയതാണ് ഈ കുടുംബ സംവിധാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ അങ്ങ് ഇല്ലാതായി പോകും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ചരിത്രപരമല്ല. ചരിത്രപരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില വികാസ ഘട്ടങ്ങളിലൊക്കെ ചരിത്രപരമായപ്പോൾ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നതിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് മാറി എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ചരിത്രപരമായിട്ട് സംഭവിച്ചിട്ടുള്ള സാമൂഹ്യമായ ചില മാറ്റങ്ങളാണ്. പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യർ ഭൂമിയിൽ ജീവിതം ആരംഭിച്ചത് തന്നെ കുടുംബമായിട്ടാണ്, ഭൂമിയിലേക്ക് വന്നത് തന്നെ കുടുംബമായിട്ടാണ്. ആ ഒരു കുടുംബഘടനയും വ്യവസ്ഥയുമാണ് ഇന്നും നിലനിന്നു പോരുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മനുഷ്യൻ എപ്പോഴും മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞത് അവൻ്റെ പ്രകൃതിയോടും താല്പര്യങ്ങളോടും അനുസരിച്ച് കൂടിയായിരിക്കും. എന്തുകൊണ്ടാണ് ഇത്രയും കാലം നൂറ്റാണ്ടുകളായിട്ട് ഈ കുടുംബ വ്യവസ്ഥ ഇത്രയും മനോഹരമായിട്ടും അല്ലെങ്കിൽ ശക്തമായിട്ടും നിലനിന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രകൃതി ഇതാണ് എന്നതുകൊണ്ടാണ്. കുടുംബമായിട്ട് ജീവിക്കുക എന്നതാണ് മനുഷ്യൻ്റെ പ്രകൃതി എന്നതുകൊണ്ട് കൂടിയാണ് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴും കുടുംബം ശക്തമായിട്ട് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇസ്ലാമികമായിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ, നമ്മൾ ഖുർആനികമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. സൂറത്തു നിസാ ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയാണ്. നിസാ എന്ന് പറഞ്ഞ അധ്യായം. മനുഷ്യരെ, നിങ്ങളെ ഒരു സത്തയിൽ നിന്ന് സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. ആ സത്തയിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചു. എന്നിട്ട് അതിൽ നിന്ന് ധാരാളം സ്ത്രീ പുരുഷന്മാരെ ലോകത്ത് പരത്തി വ്യാപിപ്പിച്ചു, അല്ലേ? അതുകൊണ്ട് വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ ആരെ മുൻനിർത്തിയാണ് അവകാശങ്ങൾ ചോദിക്കുന്നത്? അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങളുടെ പരസ്പര അവകാശങ്ങൾ ചോദിക്കുന്നു. ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം, വല്ലർഹാം. അപ്പം അത്രയും പ്രാധാന്യത്തോടു കൂടി മനുഷ്യരുടെ തുടക്കം മുതൽ ഈ രൂപത്തിലാണ് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം പറഞ്ഞു.
പിന്നെ നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രത്തിലൊക്കെ നോക്കിയാൽ പ്രവാചകന്മാരുടെ കുടുംബങ്ങൾ, മനുഷ്യരുടെ കുടുംബങ്ങളെ ധാരാളമായിട്ട് പല രൂപത്തിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഇസ്ലാമിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകൻ എന്ന നിലക്ക് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നോക്കിയാലും, അല്ലെങ്കിൽ ഖുർആനിലെ മറ്റു കുറേ വാക്യങ്ങളും വചനങ്ങളും നോക്കിയാലും നമുക്ക് കുടുംബമായിട്ട് ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാകും. അതായത് ഒരു പ്രവാചക വചനം ഇങ്ങനെയാണ്: ഒരാൾ വിവാഹം ചെയ്താൽ അവൻ ദീനിൻ്റെ 2 പൂർത്തീകരിച്ചു. ദീനിൻ്റെ 2. അപ്പോൾ ദീൻ എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ 2 ഭാഗവും കിടക്കുന്ന എവിടെയാണ്? കുടുംബജീവിതത്തിലും വിവാഹ ജീവിതത്തിലുമാണെന്നാണ്. അപ്പോൾ ഒരാൾ വിവാഹം ചെയ്തില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ കുട്ടികൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നമ്മളെ മേലിൽ ഇങ്ങനെ കല്യാണം എന്തിനാണ് വെച്ച് കെട്ടണത്, അതില്ലാതെയും ഞങ്ങൾക്ക് ജീവിച്ചൂടെ, ദീനിയായിട്ട് തന്നെ ജീവിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഹദീസിൽ നിന്ന് നമുക്ക് നേരെ അങ്ങ് മനസ്സിലാകും, ദീനിൻ്റെ 2 ഭാഗവും കിടക്കുന്ന എവിടെയാണ്? കുടുംബത്തിലും വൈവാഹിക ജീവിതത്തിലും. അപ്പോൾ അത് ചെയ്തിട്ടില്ലാത്ത ഒരാൾ ഇനി മറ്റ് ആരാധനാ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളിലൊക്കെ അയാൾക്ക് നിഷ്ഠയുണ്ടെങ്കിൽ പോലും അയാൾ ദീനിൻ്റെ 2 ഭാഗം പൂർത്തീകരിച്ചിട്ടില്ല. കാരണം ദീനിൻ്റെ 2 ഭാഗം എന്ന് പറയുന്ന അത് ജീവിതത്തിൻ്റെ 2 ഭാഗമാണ്. ഇപ്പൊ പറയാറുണ്ടല്ലോ, 24 മണിക്കൂറാണ് ഒരാളുടെ സമയം ഒരു ദിവസം. അതിനെ 3ആയിട്ട് തിരിച്ച് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ മറ്റ് പഠനം, വിനോദം, അതുപോലെയുള്ള കാര്യങ്ങൾ. ഇതിൽ സാമൂഹ്യശാസ്ത്രജ്ഞർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 8 മണിക്കൂർ ജോലിയുള്ള സമയത്ത് മാത്രമാണ് ഒരു മനുഷ്യൻ ഒറ്റക്കാവുന്നത്. ബാക്കിയുള്ള 16 മണിക്കൂറും അയാളുടെ കുടുംബത്തോടൊപ്പമാണ്, അഥവാ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്താണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ദീനിൻ്റെ 2 എന്ന് പറയുന്നത് ഇതാണ്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയിട്ട് പാടത്തോ പറമ്പിലോ ഫാക്ടറിയിലോ ഓഫീസിലോ കമ്പനിയിലോ സ്ഥാപനങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ 1/3 അയാൾ ഒറ്റക്കും ആയിരിക്കെ ആകുന്നുവെങ്കിൽ ബാക്കിയുള്ള 16 മണിക്കൂറും അയാൾ എന്താണ്? 2/3 അയാൾ ഒന്നിച്ച. അപ്പോൾ ഈ ദീനിൻ്റെ 2 എന്ന് പറയുന്നത് ഈ ഒരു പഠനവുമായി വെച്ച് നോക്കുമ്പോൾ വളരെ പ്രധാനം. അത് ജീവിതത്തിൻ്റെ തന്നെ 2/3. അപ്പോൾ വിവാഹം ചെയ്യണം. പിന്നെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വിവാഹം ചെയ്യണം, യാ മഅ്ശറ ശബാബ് എന്ന് വിളിച്ച് യുവാക്കളെ എന്ന് വെച്ചാൽ യുവതികളെ, മൊത്തത്തിൽ യുവതികളെ നിങ്ങൾ വിവാഹിതരാവണം, നിങ്ങൾക്കതിന് സാധിക്കുന്നുവെങ്കിൽ. വിവാഹം ഒരു വിധത്തിൽ വിവാഹം കഴിച്ച് അല്ലെങ്കിൽ വിവാഹ ജീവിതം നടത്താനുള്ള സാധ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹിതരാവും. ഒരു നിലക്ക് നിങ്ങൾക്ക് അതിന് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പറഞ്ഞു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രകൃതി എന്താ? മനുഷ്യൻ്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇണയും തുണയായിട്ട് ജീവിക്കുക എന്നുള്ളതാണല്ലോ. എല്ലാ മനുഷ്യരും അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, ജന്തുജീവജാലങ്ങൾ അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ജന്തുക്കളെ പോലെ മനുഷ്യർക്ക് പറ്റില്ല. ജന്തുക്കൾക്ക് ഇപ്പോൾ ഇണയും തുണയും വെച്ചാൽ ഇണ ചേരുന്ന പശു, കാളക്ക് അത് തനിക്ക് ജന്മം നൽകിയ അമ്മയാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല, പെങ്ങളാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. അവരുടേതായ ഒരു രൂപത്തിൽ ജീവിക്കുകയാണ്. പക്ഷെ മനുഷ്യർക്ക് അങ്ങനെയല്ല. മനുഷ്യനൊരു ഉത്കൃഷ്ട സൃഷ്ടി എന്ന നിലക്ക് അവന് ഒരുപാട് നിയന്ത്രണങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയും ദാസനും എന്ന നിലക്ക് അവന് വിശേഷബുദ്ധിയും ചിന്താശക്തിയും നൽകപ്പെട്ടിട്ടുണ്ട് എന്ന നിലക്ക് അവന് നിയമനിർദ്ദേശങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് പാലിച്ചുകൊണ്ടായിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സമൂഹത്തിൻ്റെ അറിവോടെയും അംഗീകാരത്തോടെയും 2 പേര് ചേർന്ന് പരസ്പര സമ്മതത്തോടെ വിവാഹത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞ ഈ സംവിധാനം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളുടെ പ്രകൃതി പറഞ്ഞതുപോലെ ഇണ ചേരാനോ ഒന്ന് മറ്റൊന്നിലേക്ക് ആകർഷിക്കപ്പെടുന്ന, അപ്പം അതിന് കാലികളെ പോലെ തോന്നിയതുപോലെ മേഞ്ഞു നടക്കുക, ആ അവസ്ഥ ഉണ്ടാവാതിരിക്കാനും ആത്മനിയന്ത്രണം കൈവരിക്കാനും അയാൾ നോമ്പെടുക്കാനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്ന് വെച്ചാൽ ശരീരത്തെ, കണ്ണിനെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിധം പറ്റുന്ന ആളുകൾക്കൊക്കെ, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഒരു വിധത്തിൽ ഇതിന് പറ്റുന്ന ആളുകൾക്കൊക്കെ അവർ വിവാഹത്തിൽ ഏർപ്പെടണം, കുടുംബജീവിതത്തിലേക്ക് കടക്കണം. ഇനിയിപ്പോൾ അതിന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു സംഗതി, ഇപ്പം പല ചെറുപ്പക്കാരെയും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ പറ്റും, 30, 35 ഒക്കെ, എന്ത് കല്യാണം കഴിക്കണം, ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് പറയും, ഒന്ന് കാലുറപ്പിച്ച് നിൽക്കട്ടെ. എന്നാണ് ഇനി കാലുറക്കൽ, എന്താണ് സെറ്റാകൽ? ജീവിതത്തിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഈ സെറ്റാകുക എന്ന് പറഞ്ഞാൽ അവർ സാമ്പത്തികമായി ഒക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആയിട്ട് വേണം കല്യാണം കഴിക്കാൻ. ഖുർആൻ പറയുന്നത്, നിങ്ങൾ വിവാഹിതരാവണമെന്ന്, നിങ്ങൾ വിവാഹത്തിൽ ഏർപ്പെടണമെന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നൊരു വാക്യമുണ്ടല്ലോ, ഈ യകൂനു ഫുഖറാ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലി. അവര് ദരിദ്രരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് ഐശ്വര്യം കൊടുക്കും, അല്ലേ? ഒരാൾ കല്യാണം കഴിച്ചാൽ അപ്പോഴാ സെറ്റാവുക.
നമ്മൾ സെറ്റായിട്ട് കല്യാണം കഴിക്കാൻ നിൽക്കല്ല, ഒരു വിധത്തിൽ ഒത്തു പോകുന്ന സംഗതിയെങ്കിലും ഒരു മഹർ കൊടുത്ത് അത്യാവശ്യ സംഗതിയായിട്ട് ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കാനും ഒരു പുരുഷന് സാധിക്കുന്നുവെങ്കിൽ അവൻ ഉടനെ അതിലേക്ക് ഇതിലേക്ക് നീങ്ങാണ് വേണ്ടത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ആരാണ് സെറ്റാക്കി കൊടുക്കണേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഇത്രയും പ്രാധാന്യത്തോടു കൂടി വിവാഹത്തിൻ്റെ പ്രാധാന്യം ഇസ്ലാമിലുണ്ട് എന്നതാണ്. മാത്രമല്ല ബ്രഹ്മചാരി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് വേണ്ടി ഇപ്പോൾ പ്രവാചകന്റെ വീട്ടിൽ വന്നിട്ട് 2-3 ആളുകൾ സംസാരിച്ച് ചോദിച്ച ഒരു കഥയുണ്ടല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു നബി എങ്ങനെയായിരുന്നു അങ്ങനെ. അപ്പോൾ നബിയുടെ ജീവിതം പറഞ്ഞപ്പോൾ അവർക്ക് ഇത് കുറവായിട്ട് തോന്നി. ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ രാത്രി ഇന്നും നമസ്കരിക്കും, ഒരാൾ പറഞ്ഞു ഞാൻ എന്നും പകൽ നോമ്പെടുക്കും, വേറൊരാൾ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കില്ല കല്യാണം കഴിക്കില്ല, ഞാൻ നിത്യ ബ്രഹ്മചാരി എന്നൊക്കെ പറഞ്ഞ പോലെ ജീവിക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം അറിഞ്ഞിട്ട് അവരെ വിളിച്ചു വരുത്തിയിട്ട് എന്താ പറഞ്ഞത്? ഞാൻ രാത്രി നമസ്കരിക്കും, ഉറങ്ങും, ഇടയ്ക്ക് നോമ്പെടുക്കും, നോമ്പെടുക്കാത്ത ദിവസം ഉണ്ടാവും, പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, കുടുംബജീവിതം. ഇതാണ് എൻ്റെ ചര്യ. ഫൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. ഇതിനപ്പുറത്തുള്ള ഒരു ആത്മീയതയെ അല്ലെങ്കിൽ ഒരു ജീവിതക്രമമാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ അതിന് എൻ്റെ ജീവിത ആദർശവുമായിട്ട് ഞാനുമായിട്ട് അതിന് ബന്ധമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കുടുംബജീവിതത്തിന്റെ ഒരു പ്രാധാന്യം, പവിത്രത, അത് രൂപപ്പെട്ട് വന്നൊരു സാഹചര്യം, അതായത് ആദ്യ മനുഷ്യൻ ആദം അലൈഹി സ്വലാം മുതൽ തുടങ്ങുന്നു, ഹവ്വാ ബീവി മുതൽ തുടങ്ങുന്ന ഒരു കുടുംബജീവിതം, അത് ഒരു ദൈവീകമായൊരു പ്രോസസ്സാണ്. മനുഷ്യരെല്ലാവരും കുടുംബജീവിതത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെച്ചത്. പക്ഷെ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ കുടുംബ ജീവിതത്തെ ചോദ്യം ചെയ്യുന്നവർ ഉന്നയിക്കുന്ന പ്രസക്തമായ ചില നിരീക്ഷണങ്ങളും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് തന്നെ അറിയാം, പ്രവാചകന്മാർ കൊണ്ടുവന്ന ദൈവിക രീതിയിൽ തന്നെ കുറെ കാലം കഴിഞ്ഞ് അത് ജീർണിക്കും. അത് ജീർണിച്ച് അത് ദൈവിക രീതിയിൽ നിന്നൊക്കെ വഴിതെറ്റിപ്പോകും. അപ്പൊ കുടുംബം ഇത്രയും ആദിമമായ ഒരു വ്യവസ്ഥയും ചട്ടക്കൂടും സ്ഥാപനവുമാണെങ്കിൽ അതിൽ സ്വാഭാവികമായി അതിനകത്ത് ജീർണതകൾ വരുമല്ലോ. അപ്പൊ അവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം എന്ന് പറയുന്നത്, ഒരുപക്ഷെ ലിബറലിസ്റ്റുകൾ മാത്രമല്ല, കുടുംബമായി കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പോലും പറയുന്നതുണ്ട്, കുടുംബത്തിന്റെ അകത്ത് അതിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെട്ടു, ഒരു ജനാധിപത്യ ഇടമല്ല കുടുംബം എന്ന് പറയുന്നുണ്ട്. അതായത് കുടുംബത്തിനകത്ത് ഒരു വലിയ കൂട്ടുകുടുംബം അല്ലെങ്കിൽ അണുകുടുംബം ആണെങ്കിൽ പോലും 1-2 പേര് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുകയും ബാക്കിയുള്ളവരുടെ കുടുംബം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥ. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തെ, അള്ളാഹു തന്നെ മനുഷ്യന് നൽകിയൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആ അത്തരം വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ പോലും കുടുംബം പലപ്പോഴും വിലക്കുന്നു, കുടുംബം അതിന് തടസ്സമായി നിൽക്കുന്നു. അതുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക്, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വിമുഖതയുണ്ട്. അതിനവർ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ പല ആഗ്രഹങ്ങള്, അള്ളാഹുവും ഇസ്ലാമും അനുവദിച്ച തന്നെ ആഗ്രഹങ്ങള്, ഞങ്ങളുടെ ജീവിതത്തിൽ കുറെ അഭിലാഷങ്ങള്, അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടേ ഞങ്ങൾക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ കുടുംബം ഒരു ജനാധിപത്യ ഇടമല്ല എന്ന് മറ്റൊരർത്ഥത്തിൽ ലിബറലിസ്റ്റുകളും വാദിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ചേർന്ന് പോകുന്നൊരു ഭാഗമുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലക്രമേണ ജീർണതയുടെ ഭാഗമായി കുടുംബത്തിന്റെ അകത്തേക്ക് വന്ന ചില പ്രശ്നങ്ങള്, മറുഭാഗത്ത് എല്ലാ സ്വാതന്ത്ര്യത്തിന്റെയും അപ്പുറത്ത് നിന്നുകൊണ്ട് ലിബറലിസ്റ്റുകൾ പറയുന്നു കുടുംബം ഒരു ജനാധിപത്യ ഇടമല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ കുടുംബം ഒരു ജനാധിപത്യ ഇടമാണോ? കുടുംബത്തെക്കുറിച്ച്, കുടുംബ സംവിധാനത്തെക്കുറിച്ച് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട്. അത് ഇപ്പോൾ കുടുംബം ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് കുടുംബത്തിനൊരു നാഥനുണ്ട്. ഏതൊരു സ്ഥാപനത്തിനും ഒരു നാഥൻ വേണമല്ലോ. ഒരു സ്കൂളാണെങ്കിലും ഒരു HM വേണം, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ വേണം, ഒരു പഞ്ചായത്തിന് ഒരു പ്രസിഡന്റ് വേണം, ഒരു പോലീസ് സ്റ്റേഷനിൽ അവിടെ ഒരു എന്താ പറയുക ഇൻസ്പെക്ടർ വേണം, രാജ്യത്തിന് മുഖ്യമന്ത്രി പ്രധാനം. നമുക്കറിയുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം. കുടുംബം എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥാപനം, വളരെ സജീവമായിട്ട് നിൽക്കുന്ന, നിരന്തരം ചലിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് അതിനൊരു ഹെഡ് വേണം. അപ്പോൾ ആ ഹെഡ് സ്വാഭാവികമായിട്ടും ആരാണ്? പുരുഷനാണ്. അർറിജാൽ ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ ഖുർആനിൽ പറഞ്ഞിട്ട്. അതായത് ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ ഏറ്റെടുത്ത് നടത്താനുള്ള വെല്ലുവിളികളെ നേരിടാനും അതിജീവിക്കാനും മുന്നോട്ട് നയിക്കാനും ഒക്കെയുള്ള കഴിവ് താരതമ്യേന അള്ളാഹു താല സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് കൊടുത്തിരിക്കുന്നു. അത് സത്യമാണത്. അപ്പോൾ അതുകൊണ്ടും പിന്നെ കുടുംബത്തിൻ്റെ ഒരു സാമ്പത്തിക ഉത്തരവാദിത്വം എന്ന നിലക്ക് വഹിക്കേണ്ടത്, ജോലി തേടേണ്ടത്, അധ്വാനിക്കേണ്ടത്, കുടുംബത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടത്, കുടുംബം പോറ്റേണ്ടത് എന്ന ചുമതല എന്നുള്ള നിലക്ക് പുരുഷനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളും പുരുഷനെ ഏൽപ്പിച്ചു എന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും പുരുഷനാണ് കുടുംബത്തിൻ്റെ നാഥൻ. പക്ഷെ നാഥൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നാഥൻ എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടെടുക്കുന്ന ആളെന്നാണല്ലോ. നാഥൻ എന്ന് പറഞ്ഞാൽ അടിച്ച് ഇടിച്ചു പൊളിക്കുന്ന ആളെന്നല്ലല്ലോ. രക്ഷകൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ?
നാഥൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ പറയുന്നത് കുടുംബത്തിന്റെ നാഥൻ പുരുഷനായതോടുകൂടി പിന്നെ അവിടെ അടിയായി ഇടിയായി, അല്ലെങ്കിൽ അവിടെ ഏകാധിപത്യമായി, അവിടെ എന്താ പറയാ ചവിട്ടിക്കൂട്ടലായി എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത്. നാഥൻ എന്ന് പറഞ്ഞാൽ ആ നാഥൻ ഒരു അമാനത്താണത്, ഒരു ഉത്തരവാദിത്വമാണത്. ആ ഉത്തരവാദിത്വത്തെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പൊ പുരുഷനോട് മായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ചില വാക്യങ്ങൾ നോക്കിയാൽ, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറും. ചെയ്യാറുക്കും നിസാ. മാത്രമല്ല സ്ത്രീകളെ ബഹുമാനിക്കണം. മാ അക്രമഹുന്ന ഇല്ലാ കരീം ഒമാ അഹാനഹുന്ന ഇല്ലാ ലഈം. മാന്യന്മാരാണ് സ്ത്രീകളെ മാനിക്കുക. സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ, അതോടൊപ്പം പിന്നെ ആരൊക്കെയാണോ മകളും ഒക്കെ. അപ്പൊ സ്ത്രീകളെ മാനിക്കുക എന്ന് പറയും. സ്ത്രീകളെ മാനിക്കുക, അവരോട് ഏറ്റവും നന്നായി പെരുമാറുക എന്ന് പ്രവാചകൻ പുരുഷന്മാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതവരാണ് ഏറ്റവും നല്ല വ്യക്തികൾ, മനുഷ്യരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കുടുംബത്തിന്റെ നാഥൻ എന്ന നിലക്ക് ഒരു പുരുഷന് നിർവഹിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അയാൾക്കുണ്ടായിരിക്കേണ്ടുന്ന ഒരു ഭാവം എന്താണ് എന്ന് ശരിക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു ഏകാധിപത്യത്തിന്റെ സ്വഭാവമല്ല ഇസ്ലാം. ഒരിടത്തും ഏകാധിപത്യമല്ല. ഇനിയിപ്പോൾ ഒരു എന്താ പറയുക ഭരണ സംവിധാനമാണെങ്കിൽ പോലും അംറുഹും ഷൂറാ ബൈനഹും എന്ന് പറഞ്ഞു, ഷാവിർഹും ഫിൽ അംർ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബി പ്രവാചകനാണ്, എന്ത് കാര്യങ്ങളും തീരുമാനിക്കാം. പ്രവാചകനാണ് തീരുമാനിച്ചു പറഞ്ഞ ആളുകൾ അംഗീകരിക്കും. പക്ഷെ പ്രവാചകനോട് പറഞ്ഞു ഷാവിർഹും ഫിൽ അംർ, അവരോട് കാര്യങ്ങളിൽ കൂടി ആലോചിക്കും. ആരോട്? കൂടെയുള്ള ആളുകളോട്. അംറുഹും ഷൂറാ ബൈനഹും എന്ന് പറഞ്ഞു, അവരുടെ എല്ലാ കാര്യങ്ങളും കൂടി ആലോചിച്ചു. അവരുടെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ മൂന്നിൽ രണ്ടും കിടക്കുന്നത് ഈ കുടുംബജീവിതമാണ്. അപ്പൊ അവിടെ കൂടിയാലോചന ഉണ്ടാവണം, അവിടെ പരസ്പരമുള്ള അംഗീകാരം ഉണ്ടാകണം, പരസ്പരമുള്ള ആദരവ് ഉണ്ടാകണം, ബഹുമാനം ഉണ്ടാകണം. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പിന്നെ അനിയന്ത്രിതമായ അവസ്ഥക്കല്ലല്ലോ സ്വാതന്ത്ര്യം എന്ന് പറയാം. ഈ രണ്ടുപേരും പരസ്പരം കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള, ഇത്തിരി ത്യജിക്കുക. ഒരു പിന്നെ എന്താ പറയാ വളയില്ലാതെ ചാടുക, അല്ലെങ്കിൽ കയറില്ലാതെ മേയുക എന്ന് പറഞ്ഞൊരവസ്ഥയില്ല. ഇത് രണ്ടുപേർക്കുണ്ട്. പുരുഷനുമുണ്ട് അവൻ്റെതായ താല്പര്യങ്ങൾ കുറച്ച് ബലി കഴിച്ചുകൊണ്ടേ അവനക്ക് സ്ത്രീകളോടൊപ്പം ഒരു ഭാര്യയോടൊപ്പം ജീവിക്കാൻ. ഒരു പെണ്ണിന് അവളുടേതായ കുറച്ച് ഇഷ്ടങ്ങൾ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേ ഉള്ളൂ. അപ്പൊ രണ്ടുപേരുടെയും സ്വാതന്ത്ര്യങ്ങളിൽ നിന്ന്, അവരുടെ അനിയന്ത്രിതമായ അവസ്ഥയിൽ നിന്ന് അവർ കുറച്ചൊന്ന് വെട്ടിയിട്ട് ഒരു കള്ളിക്കുള്ളിൽ വരിക എന്നുള്ളതാണ്. ഒരു കള്ളിയും കോളവും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കളി നടക്കുകയാണെങ്കിൽ, ഫുട്ബോൾ നടക്കുകയാണെങ്കിൽ എന്താണ്, അതിലൊരു ഇതുണ്ട്, ഏരിയ ഉണ്ട്, അതിന് കുറേ നിയമങ്ങളുണ്ട്. കാര്യം ഇപ്പം നമ്മൾ വണ്ടി ഓടിക്കുകയാണ്, നമുക്ക് സ്വതന്ത്രമായിട്ട് വണ്ടി ഓടിക്കാമല്ലോ, എന്നാൽ അതിൽ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. ഇത് തന്നെ കുടുംബജീവിതത്തിലുണ്ട്. അപ്പോൾ അയാൾക്ക് എന്തും ചെയ്യാൻ പറ്റും, എന്ത് തോന്നുന്നു ഒക്കെ നടക്കുമല്ല, അപ്പുറത്ത് ഒന്നും കൂടി നോക്കണം. അയാളും തന്നെ എനിക്ക് എന്തും ചെയ്യാനും പറയാനും ചെയ്യാൻ പറ്റില്ല, ഇപ്പുറത്തും കൂടെ ഒന്നുകൂടെ നോക്കണം. അപ്പം ഞാനതിന് ചില ഈ നിക്കാഹിൻ്റെ കുത്തുബകളിൽ അതുപോലെ മറ്റു സന്ദർഭങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്, ഒരിത്തിരി വിട്ടുവീഴ്ച, ഒരിത്തിരി ക്ഷമ, ഒരിത്തിരി സഹനം ഉണ്ടെങ്കിൽ കുടുംബജീവിതം മനോഹരം. അപ്പോൾ ഞാൻ പറയുന്ന ഒരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ടുപേരും വന്നിരിക്കുകയാണ്. ഒരാള് പിന്നെ അവരുടെ വീട്ടിൽ നല്ല മുളകരച്ച് കറി വെക്കുകയാണ്, മുളകരച്ച് വരാൻ സ്ട്രോങ് അങ്ങനെ വെക്കുന്ന, മറ്റേ അടുത്ത് എരിവ് കുറഞ്ഞ തീരെ ഇടാത്ത. രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം അല്ലേ? സ്ട്രോങ് ചായ കുടിക്കുന്നിടത്ത് വന്ന് ലൈറ്റ് ചായ കുടിക്കുന്നവർ ഒന്നിച്ച് ജീവിക്കണം. ഓക്കെ, ഇതൊക്കെ നടത്താം. അതിനേക്കാൾ അപ്പുറത്ത് ഒരാൾക്ക് നല്ല ഫുള്ള് ഫാൻ ഇട്ടിട്ട് കിടക്കണം, ഫുള്ള് സ്പീഡിൽ ഫാൻ ഇട്ട് കിടക്കണം, അല്ലെങ്കിൽ AC നല്ല തണുപ്പിൽ കിടക്കണം. മറ്റേ ആൾക്ക് ഇത് തീരെ പറ്റില്ല, ഇത് രണ്ടും ഒന്നിച്ച് കിടക്കണം. എന്താണ് അവിടെ ചെയ്യുക? അപ്പോൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. അല്ലേ? അപ്പോൾ 5 സ്പീഡിൽ ഫാൻ ഇട്ട് കിടക്കുന്ന ഒരാൾ, അയാളൊന്ന് 3ലേക്ക് ഇട്ട് കൊടുക്കുക, മറ്റേ ആൾ ഒന്ന് സഹിച്ചിട്ട് ഒന്ന് പുതച്ചിട്ട് ഒന്ന് കിടക്കുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലേ. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റും ഈ ഒരു കൂടിയാലോ ഇപ്പം കാര്യങ്ങളൊന്നും സ്വന്തം നിലക്ക് തീരുമാനിക്കല്ല, ഏകാധിപത്യപരമല്ല, കൂടിയാലോചിച്ച് ജനാധിപത്യ ഇടം കൂടിയാണ്. ജനാധിപത്യ ഇടമാണ് ശരിക്കും. ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത്, ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത്, ചോദിക്കുന്നത്, പറയുന്നത്, നിരൂപിക്കുന്നത്, കൂടിയിരിക്കുന്നത്, ഇതൊക്കെ എവിടെയാണ്? കുടുംബത്തിലാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ അതാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ അത്തരം കാര്യങ്ങൾ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പാലിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരമായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജനാധിപത്യ ഇടമാണ് കുടുംബം എന്നാണ് സക്കീർ സൈദരെ പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ ജനാധിപത്യ ഇടത്തിലും ഒരു പ്രശ്നമുണ്ട്. ലോകത്തിന്റെയും ഇന്ത്യയുടെയും ഒക്കെ ആ ജനാധിപത്യ ഇടങ്ങളിൽ ഒരു പുരുഷാധിപത്യമാണ് നിലനിൽക്കുന്നത്. അത് നൂറ്റാണ്ടുകളായിട്ട് സംഭവിച്ചതെന്നാണ്. ഒരുപക്ഷെ ഇസ്ലാമിന്റെ അകത്തല്ല, ഇസ്ലാമിന്റെ അകത്ത് സ്ത്രീകൾക്ക് ഇടവും സ്വാതന്ത്ര്യവും ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ്. ഇന്ത്യ ഒരു പുരുഷാധിപത്യ സമൂഹം, പുരുഷാധിപത്യ മതപ്രവണതകളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ്.
ആ ഒരു പ്രവണത ഇസ്ലാമിക കുടുംബങ്ങൾക്കകത്തേക്കുമുണ്ട്. നമ്മൾ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുമ്പോഴും പലപ്പോഴും സ്ത്രീകൾക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പുതിയ തലമുറ പ്രത്യേകിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ഈ പഠനകാലത്തായിരിക്കും അവിടെ വിവാഹം നടക്കുക. അപ്പൊ ശേഷം അവർക്ക് തുടർന്ന് പഠിക്കേണ്ടി വരും. നന്നാക്കി പഠിച്ച് പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയ ആൾക്ക് ചിലപ്പം ജോലിക്ക് പോവേണ്ടി വരും. ഇങ്ങനെ നേരത്തെ പറഞ്ഞത് കുടുംബജീവിതത്തിലെ ലളിതമായ കുറെ ഉദാഹരണങ്ങളാണ്. ഇത്തരം ഒരു ഇടത്തിലേക്ക് പോകുമ്പോൾ അതിൽ സ്ത്രീക്ക് എത്രത്തോളം ഒരു ജനാധിപത്യം നൽകുന്നുണ്ട്? ഇപ്പൊ നമ്മൾ തന്നെ സാധാരണ പറയാറുണ്ട്, വിവാഹത്തിന്റെ തുടക്കത്തിൽ പോലും പ്രവാചകൻ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ത്രീയുടെ അനുവാദം ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുപോലും നിഷേധിച്ചുകൊണ്ടാണ് പലപ്പോഴും കുടുംബജീവിതം തന്നെ ആരംഭിക്കാറുള്ളത്. സ്ത്രീകളുടെ അനുമതിയോ ഇഷ്ടമോ ഒന്നും ചോദിക്കാറില്ല. ഇപ്പോഴത്തെ ഒരു പുതിയ തലമുറയിലാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ഡിവേഴ്സ് എടുക്കുമ്പോൾ ഫസ്റ്റേ പറയാം, ഞാൻ അന്നേ സമ്മതിച്ചിട്ടില്ലല്ലോ, അന്നേ എന്റെ സമ്മതം വാങ്ങിയിട്ടില്ലല്ലോ എന്നാണ്. അപ്പോൾ ഒരു സ്ത്രീയെ മാത്രം നോക്കുമ്പോൾ അവൾക്ക് അവളുടെ ഇഷ്ടങ്ങൾ പ്രകടിപ്പിക്കാനും അവരുടെ സ്വാതന്ത്ര്യം എവിടെ വെച്ച് തുടങ്ങുന്നുണ്ട്? അതിൽ ആദ്യം ബഷീർ സാഹിബ് പറഞ്ഞ ഒരു സംഗതിയെ ചോദിച്ച ഒരു സംഗതിയെക്കുറിച്ച് പറയാം. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന നാട്ടിൻ്റെതായ ഒരു സാഹചര്യം ഒക്കെ വെച്ചിട്ട് മുസ്ലിം സമൂഹത്തിലും ഉണ്ടായിട്ടുള്ള പുരുഷാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഒരു അവഗണന ഇത് വളരെ തീർച്ചയായിട്ടും ഉണ്ട്. ഇസ്ലാം സ്ത്രീക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള പിന്നെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും അല്ലെങ്കിൽ അവൾക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള മഹത്വം അതിന് ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു വലിയ വ്യതിചലനമാണത്. കാലങ്ങൾ കൊണ്ട് സംഭവിച്ച ജീർണത എന്ന് പറഞ്ഞില്ലേ, അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇസ്ലാം സ്ത്രീക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള അവകാശങ്ങൾ വളരെ വളരെ വ്യക്തമായി അറിയുന്ന പല കാര്യങ്ങളും ഇസ്ലാമിക സമൂഹത്തിൽ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ പള്ളിപ്രവേശം, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാനും നമസ്കരിക്കാനും എഴുത്തിക്കാഫിരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഇസ്ലാമിൽ സ്വാതന്ത്ര്യമായിട്ട് അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് തുറന്നു വെച്ച ബാബുൻ നിസ ഇന്നും മദീനയിൽ നിൽക്കുന്നുണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീ പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു പാപമായിട്ടൊരു കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം അതിനെതിരെ ഇപ്പോൾ നമ്മളെ തങ്ങൾ കുടുംബത്തിൽ നിന്ന് വരെ ഒരു പെൺകുട്ടി സംസാരിച്ച് വലിയ വിവാദം ഉണ്ടായത് ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ സ്ത്രീക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള വളരെ കൃത്യമായി തെളിവുള്ളതും നിലനിന്നു വരുന്നതുമായ യാഥാർത്ഥ്യങ്ങളെ പോലും നിഷേധിക്കുന്ന അവസ്ഥയുണ്ട്. പിന്നെ വേറെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്, ഇപ്പം മാറി വരുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ ഒരു കല്യാണം ഒരു ഫംഗ്ഷനോ സംഗതിയോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ഭക്ഷണം വിളമ്പുകയാണെങ്കിൽ ആദ്യം പുരുഷനോടും ആണുങ്ങൾ കഴിച്ചിട്ടേ പിന്നെന്ത് ചെയ്യാൻ പാടുള്ളൂ, പെണ്ണുങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. ഇത് എവിടെ നിന്ന് കിട്ടിയതാ? അതുപോലെ തന്നെ വീടുകളിലൊക്കെ ഇപ്പോഴും അങ്ങനെ ഉണ്ട്. പുരുഷന്മാർ ആദ്യം ഭക്ഷണം കഴിക്കുക, പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ സ്ത്രീകൾ കഴിക്കുക. ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു, വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവർ അധ്വാനിച്ച് ഇതെല്ലാം ഉണ്ടാക്കും. എന്നിട്ട് ഒരുപാട് ആളുകൾ ഗസ്റ്റുകളും മറ്റുമൊക്കെ വന്നിട്ട് ഇതെല്ലാം കഴിച്ചു പോകും. എന്നിട്ട് അവസാനമാണ് അവർ കഴിക്കേണ്ടത്, പക്ഷേ കഴിക്കാൻ നേരത്തൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി. എന്താണ് ഇതിൻ്റെ അവസ്ഥ? അതുപോലെ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾക്ക് അവഗണന, അല്ലെങ്കിൽ പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് പരിഗണന എന്ന് പറഞ്ഞ അവസ്ഥ ഇതുണ്ട് അല്ലേ. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ യൂണിസെഫിൻ്റെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു കണക്കുണ്ട്. ലോകത്ത് പിന്നെ പോഷകാഹാരക്കുറവ് അനുഭവപ്പെടുന്ന കുട്ടികളിൽ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ്. കുട്ടികൾക്ക് ദാരിദ്ര്യമാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയല്ലേ വരണം, അല്ലെ? പെൺകുട്ടികളാണ് കൂടുതൽ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പോലും പെൺകുട്ടികളോട് അവഗണന കാണിക്കുന്നു. ഇതൊരവസ്ഥയാണ്. നേരെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? സവ്വു ബൈന ഔലാദിക്കും ഫിൽ അത്രിയ, നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ നീതി പാലിക്കണം. എന്നിട്ട് പറഞ്ഞു ലൗ കുന്തു മുഫദ്ദിലൻ അഹദൻ ലഫദ്ദൽതു നിസാ, ഞാൻ ഒരു പ്രത്യേകത ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് സ്ത്രീകൾക്ക് കൊടുക്കുമായിരുന്നു. ഞാൻ പ്രത്യേകത കൊടുക്കുകയാണെങ്കിൽ ആർക്ക് കൊടുക്കും? സ്ത്രീകൾക്ക് കൊടുക്കും. പക്ഷെ വേണ്ട, നിങ്ങൾ തുല്യമായിട്ട് കൊടുത്താൽ മതി. സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചു അങ്ങേയറ്റത്തെ ഒരു മഹത്തായ ഒരു പ്രഖ്യാപനമാണത് പ്രവാചകർ. മാത്രമേ നബിക്കുണ്ടായിരുന്നു. പെൺകുട്ടികൾ മാത്രമാണ് നബിക്കുണ്ടായിരുന്നത്. ആൺകുട്ടികൾ മരിച്ചുപോയി, പക്ഷെ ജീവിച്ചിരുന്ന പെൺകുട്ടി. അപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ മാറ്റം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ആഹ്വാനം, ജനിക്കാനും ജീവിക്കാനും അവകാശമില്ലാത്തൊരു സമൂഹമായിരുന്നല്ലോ പ്രവാചകൻ വരുമ്പോൾ. അവിടെ നിന്ന് അങ്ങോട്ട് മാറി ഇപ്പം അറബ് ലോകത്തൊക്കെ, ഞാനിപ്പോൾ ചില ഉദാഹരണം പറയാറുണ്ട്. അറബ് ലോകത്ത് അറബികൾ സ്ത്രീകൾക്ക് എന്താ പറയുന്ന വാക്കെന്ന് പറയാം, ഹുർമ എന്നാ പറയാം, അല്ലെങ്കിൽ ഹരീം എന്നാ പറയാം. ഹരീം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സ്ത്രീ എന്നല്ലല്ലോ അക്ഷരാർത്ഥത്തിൽ. അല്ല, പവിത്ര, ആദരണീയ. പവിത്ര എന്നും ആദരണീയ. ഈ ഗൾഫ് നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിന്ന് കാണാൻ പറ്റും, സ്ത്രീക്ക് വലിയ പ്രാധാന്യമുണ്ട്, വലിയ പവിത്രതയുണ്ട്. അവർ കടന്നു പോവുകയാണെങ്കിൽ അവരെ എന്ന് വെച്ചാൽ വലിയ പ്രൊട്ടക്ഷൻ, അവർക്ക് വലിയ സുരക്ഷിതത്വ ബോധം ഇന്ന് സ്ത്രീകൾക്ക് എവിടെ ഉണ്ട്?
അറബ് നാടുകളിലുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇത് ഈ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ ഈ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞ ഈ പ്രയോഗം തന്നെ അവിടുന്ന് അതെ അവിടുന്ന് അതെ തുടങ്ങുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ഭർത്താവ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആള്, ഭരിക്കുന്നവർ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നു. ഭരണത്തിന് വിധേയാകുന്ന ഭരിക്കപ്പെടുന്നവൾ എന്നുള്ള പ്രയോഗം ശരിക്ക് ഇസ്ലാമിൽ സൗജ് സൗജ എന്നേ പറഞ്ഞുള്ളൂ. അതാ ലിംഗ എന്താ ഭാഷാപരമായ ഇത് സംഗതി മാത്രമേ ഉള്ളൂ. ഇണ തുണ, ഇണ ഇണയും തുണയും എന്നാ പറഞ്ഞത്, സൗജ് സൗജ. അത് തന്നെ ഒന്നിച്ച് പറയുമ്പോൾ അസുവാജ് എന്ന് മാത്രമേ പറയൂ, ഇണകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇണയും തുണയും എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെ. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഇത് നമ്മുടേതായ ഒരു സാഹചര്യം കൊണ്ട് ഇവിടുത്തെ ഇതിന്റെ ഒരു സ്വാധീനം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചതായിരിക്കാം എന്നാണ് വിചാരിക്കേണ്ടത്. അത് മാറി വരുന്നുണ്ട്. അതോടൊപ്പം രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ എന്താ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക മുതലുള്ള ഒരു സ്ത്രീയുടെ ഒരു സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലും സ്ത്രീ എന്ന വ്യക്തിത്വത്തിന് അവിടെ ഒരു കോട്ടം സംഭവിക്കുന്നില്ല. ഇപ്പൊ സ്ത്രീക്ക് ജോലി ചെയ്യുന്നതിനോ സ്ത്രീക്ക് പഠിക്കുന്നതിനോ അവളുടേതായ പിന്നെ മറ്റു കാര്യങ്ങൾ നമ്മളുടേതായ ഒരു ഭാഷയിൽ പറഞ്ഞ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതിനോ ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്നതിനോ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനോ യാതൊരു തടസ്സവുമില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും മഹാന്മാരായ സ്വഹാബിമാരുടെ ഭാര്യമാരും മഹദികളും സ്വഹാബത്തും വനിതകളും ഒക്കെ എങ്ങനെയായിരുന്നു? വലിയ സാമൂഹ്യ രംഗത്തും വൈജ്ഞാനിക രംഗത്തൊക്കെ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ അതിന് കല്യാണം കഴിച്ചു എന്നതുകൊണ്ടോ ഭർത്താവ് ഉണ്ടായി എന്നതുകൊണ്ടോ കുട്ടികളുണ്ടായി എന്നതോ ഒന്നും അതിന് തടസ്സമായിട്ടുള്ള സംഗതിയല്ല. നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു ധാരണയാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ ഒരു അടിമയായിട്ട് അല്ലെങ്കിൽ ഒരു കീഴിൽ ഇങ്ങനെ ഒരു അടുക്കളക്കാരിയായിട്ട് ഇങ്ങനെ ജീവിക്കുക എന്നുള്ളത്. ഇത് കുട്ടികളിൽ ബഷീർ സാഹിബ് പറഞ്ഞത് ഞാൻ ചില ഉദാഹരണങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കല്യാണത്തിന് കുട്ടികൾ സമ്മതിക്കുന്നില്ല, പെൺകുട്ടികൾ. അപ്പം എനിക്ക് പരിചയമുള്ള ഒരു അയാൾക്ക് 4 പെൺകുട്ടികളാണ്. അപ്പം ഈ മൂത്ത പെൺകുട്ടിയെ ഒന്ന് കെട്ടിക്കണ്ടേ. അപ്പോൾ കുട്ടി പഠിച്ച് ഇപ്പോൾ ഒരു പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ട്രെയിനിങ്ങും അധ്യാപക ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ രക്ഷിതാക്കൾ കല്യാണത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ് എന്തിനാണെന്ന്. പെറ്റുകൂട്ടാൻ വേണ്ടിയിട്ടാണോ? അടുക്കളയിൽ ചട്ടിയും കലവും കരിയും പുകയും എടുക്കാൻ വേണ്ടിയിട്ടാണോ? അപ്പൊ ഇങ്ങനെ ഒരു 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 ക്യാമ്പയിൻ ശരിക്കും പറഞ്ഞാൽ നിശബ്ദമായിട്ടോ അല്ലെങ്കിൽ ചില ഏരിയകളിൽ ഈ ക്യാമ്പസുകളിൽ അതുണ്ട്, അതുപോലെ തന്നെ ഹോസ്റ്റലുകളിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പോൾ അവിടുന്ന് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചട്ടിയും കലവും കരിയും പുകയും പിന്നെ ഇങ്ങനെ പ്രസവിച്ചു കൂട്ടുന്ന യന്ത്രങ്ങളായിട്ട് മാറും. അതുകൊണ്ട് വേണ്ട, നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്നാൽ മതി. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണോ, നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വളരെ വിചിത്രമായ വാദങ്ങൾ ഒരു ഒരു ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഈ കുടുംബത്തിനകത്ത് നിലനിൽക്കുന്ന ജീർണത വളം വെക്കുകയും ചെയ്യും. ജീർണത വളം വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പൊ ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഒരാളോട് പറഞ്ഞു, 2 തരത്തിലുള്ള കുട്ടികളെ കാണാൻ പറ്റും. ഒന്ന് കുടുംബം സ്വർഗമാണെന്നും കുടുംബ സ്നേഹമാണെന്നും സന്തോഷമാണെന്നും കുട്ടികൾ വിശ്വസിക്കുന്നുണ്ട്. കല്യാണം എന്ന് പറഞ്ഞാൽ അത് കുടുംബജീവിതത്തെക്കുറിച്ച് നല്ല സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏത് കുട്ടികളാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവൾ വളർന്ന അല്ലെങ്കിൽ അവർ വളർന്നു വരുന്ന ആ കുടുംബത്തിൽ നിന്ന് അവരുടെ അനുഭവങ്ങളുടെയും അവരുടെ കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ്. അന്തസ്സുള്ള അഭിമാനമുള്ള ഈ പറഞ്ഞ ജനാധിപത്യ ബോധമുള്ള കൂടിയാലോചനയുള്ള ഇണയും തുണയുമായിട്ട് പരസ്പരം അംഗീകരിച്ച് ബഹുമാനിച്ച് വിട്ടുവീഴ്ചയും സ്വാതന്ത്ര്യമൊക്കെ കാണിച്ച് ഒക്കെ ജീവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പരിധികളൊക്കെ പാലിച്ചുകൊണ്ട് ക്ഷമയൊക്കെ പാലിച്ച് ജീവിക്കുന്ന നല്ല കുടുംബം, സ്നേഹമുള്ള കുടുംബങ്ങളുണ്ടാവും. ആ കുടുംബത്തിൽ വളർന്ന ഒരു കുട്ടിക്ക് ഇവർ എന്ത് ഇഞ്ചക്ഷൻ കൊടുത്താലും അവർ തിരിച്ചു പറയും, നിങ്ങൾ പറയുന്നതല്ല, ഞാൻ എൻ്റെ അനുഭവം, ഞാൻ എൻ്റെ ഉപ്പയമ്മയും ജീവിക്കുന്നതല്ല, എൻ്റെ കുടുംബത്തിൽ കാണുന്നത് നിങ്ങൾ കാണുന്ന പോലെ അല്ലല്ലോ എന്ന് പറയും. മറിച്ച് പറയുന്നവരാരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുരനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാണ് ഒരുപാട്. അതായത് രാവിലെ തൊട്ട് 6 മണി മുതൽ വൈകുന്നേരം 12 മണി വരെ അടിയാണ്. ഉണർന്നു കഴിഞ്ഞ് ഉറങ്ങുന്ന വരെ തർക്കങ്ങളാണ്. എന്തെങ്കിലും പറഞ്ഞിട്ട് തർക്കിക്കുകയാണ്. അത് പറഞ്ഞ് തർക്കിച്ച് വഴക്കും വക്കാണവും കുറ്റപ്പെടുത്തലുകളും വിമർശനം ഇതാണ് ഇതിങ്ങനെ കുട്ടി ചെറുപ്പം മുതലേ ഈ കാണുന്നത്. കുട്ടി ചെറുപ്പം മുതൽ കണ്ടിട്ട് എന്തിനു ഈ ഇടങ്ങേറിന് നിൽക്കണം എന്ന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസവും ജോലിക്കും സാധ്യതയുള്ളവരാണെങ്കിൽ ആണെങ്കിൽ സ്വന്തം പിന്നെ സ്വന്തം സ്വന്തം കാലിൽ കാലിൽ ജീവിക്കാലോ. നിന്നാ പോരെ എന്നുള്ള ചിന്ത, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം തന്നെ കൊടുത്തിട്ടുള്ളതാണ് ഒരു പരിധി വരെ. മതത്തിന്റെയോ ഇസ്ലാമിന്റെയോ പ്രശ്നമല്ല, സമൂഹത്തിന്റെ സമൂഹത്തിൽ നിന്നായിട്ടുള്ള പ്രശ്നം, മതത്തിന്റെ ഇസ്ലാമിന്റെ പ്രശ്നമല്ല. മതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വർഗം പൂക്കുന്ന കുടുംബമാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ സന്തോഷവും സമാധാനവും, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനം അനുഭവിക്കുന്ന എവിടെയാണ്? അയാളുടെ കുടുംബത്തിലാണ്. കുടുംബത്തിലോ. ശാന്തി അനുഭവിക്കുന്ന എവിടെയാണ്? അയാളുടെ കുടുംബത്തിൽ. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ അവിടെയാണ് സന്തോഷം. എല്ലാ ഭാരവും എവിടെ ഇറക്കി വെക്കുന്നത്? അവിടെയാണ് സന്തോഷം, അല്ലേ? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു കൈ പിടിച്ചൊരു സലാം പറഞ്ഞ് അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒരു മുത്തം കൊടുത്തിട്ട് ഇറങ്ങി പോകുമ്പോൾ രാത്രി വൈകുന്നേരം വരുമ്പോൾ പുഞ്ചിരിയോടെ സ്വീകരിച്ച് കയ്യിലുള്ള സാധനങ്ങളും മറ്റുമൊക്കെ വാങ്ങി സലാം പറഞ്ഞ് അകത്ത് കയറുമ്പോൾ, എന്നിട്ട് അവർ ഒന്നിച്ചിരിക്കുമ്പോൾ വർത്തമാനം പറയുമ്പോൾ കൂടിയിരിക്കുമ്പോൾ കുട്ടികളുമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ച് യാത്ര പോകുമ്പോൾ, അല്ലേ? അങ്ങനെ എത്ര കുടുംബങ്ങളുണ്ടെന്നാ.
ആ കുടുംബജീവിതം കാണുമ്പോൾ അതാണ് യഥാർത്ഥ കുടുംബം. അതിന് വിരുദ്ധമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ പറഞ്ഞ സംഗതി ഉണ്ടാക്കുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ഒരു പ്രമുഖനായ വ്യക്തിയുടെ ഞാൻ പറയാം, ഒരു പ്രമുഖനായ വ്യക്തിയോട് ചോദിച്ചു, അയാൾ വലിയ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആൾ, ഇന്റർനാഷണൽ അന്താരാഷ്ട്ര യാത്രകളൊക്കെ നടത്തുന്ന ആൾ. അയാളോട് ചോദിച്ചു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന യാത്ര ഏതാണ്? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം, യാത്രകളൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കുടുംബത്തിലേക്കുള്ള മടക്കയാത്ര, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എൻ്റെ സ്നേഹവാചനങ്ങൾ എന്നെ കാത്തിരിക്കും. അതാണല്ലോ അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ കുടുംബജീവിതം, അതാവണം കുടുംബം എന്ന് പറയുന്നത്. മറിച്ചുണ്ട് ചില അനുഭവങ്ങളുണ്ട്, നമ്മൾക്കൊക്കെ അനുഭവങ്ങളുണ്ട്. അതായത് രാവിലെ 8 മണിക്ക് പോകേണ്ട ആള് 7 മണിക്ക് ഇറങ്ങിപ്പോവും. എന്താ? അവിടെ സ്വസ്ഥത കിട്ടാൻ വേണ്ടി. ജോലി കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ, ഞങ്ങൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ജോലി കഴിഞ്ഞ് 5 മണിക്ക് 4 മണിക്ക് ഞങ്ങൾ ഇറങ്ങിപ്പോയാലും പോകാതെ ചില ആളുകളായിരിക്കും. അപ്പൊ വീട്ടിലെല്ലാം സമാധാനമല്ല, ജോലി കഴിഞ്ഞാലും ഓഫീസിൽ തന്നെ ഇരിക്കുക. നേരത്തെ ഓഫ് ഡേയ്സിൽ, അതായത് ഹോളിഡേയ്സിലൊക്കെ അവധി ദിനങ്ങളിൽ ഓഫീസിൽ ജോലി ഉണ്ട് എന്ന് പറഞ്ഞു വന്നിട്ടിരിക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ സ്വസ്ഥതല്ല. ഇതും അവിടെ ഇതന്നെ ആയിരിക്കും അവസ്ഥ. ഇയാൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇനി ഇയാൾ ഭണ്ടാറടങ്ങാൻ വരുന്നുണ്ടല്ലോ പടച്ചോനെ എന്നുള്ള ചിന്തയായിരിക്കും. ഇങ്ങനെ പരസ്പരം പ്രാഗി കുറ്റപ്പെടുത്തി കുടുങ്ങിപ്പോയിട്ട് ജീവിക്കുക. അത് ആരുണ്ടാക്കിയതാ? അത് നമ്മളായിട്ട് ഉണ്ടാക്കിയ. ഇസ്ലാമിക മൂല്യങ്ങൾക്ക് എതിര് നിൽക്കുന്ന കുടുംബങ്ങളാണ് നരകതുല്യമായി തീരുന്നത്. ശരിയാണ്, ഇസ്ലാമിക മൂല്യങ്ങൾക്ക് എതിര് നിൽക്കുന്ന, അതായത് ഇപ്പൊ ഭർത്താവ് എന്നുള്ള നിലക്ക്, കുടുംബത്തിന്റെ നാഥൻ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ചുമതലകൾ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ എന്ന നിലക്ക് അവരുടെ ചുമതലയും പറഞ്ഞിട്ടുണ്ട്, കടമകളും പറഞ്ഞിട്ടുണ്ട്, അവകാശങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ചുമതലകൾ നിർവഹിക്കപ്പെടുമ്പോൾ അവകാശങ്ങൾ സ്വാഭാവികമായിട്ട് പുനഃസ്ഥാപിക്കപ്പെടും. ഇപ്പൊ നമ്മൾ പുരുഷന്റെ പറഞ്ഞില്ലേ, അവന്റെ കുടുംബത്തിന്റെ നാഥൻ എന്ന നിലക്ക്, നാഥൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണമല്ലേ കൊടുക്കണേ, സംരക്ഷണം കൊടുത്ത് അവരെ ഇങ്ങനെ 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 പൊതിഞ്ഞ് ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടെടുക്കുക. അതിൽ അവർ നല്ല സുരക്ഷിതത്വം അനുഭവിക്കുക, നല്ല സന്തോഷവും സമാധാനവും അനുഭവിക്കുക, അല്ലേ? ഇപ്പോൾ ഒരു വചനത്തിൽ, ഒരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഭാര്യയോട് നീ ഏറ്റവും നന്നായി പെരുമാറുക. ഒരു കുഴപ്പം അവളിലുണ്ടെങ്കിൽ അവളിലൊരു ഗുണമുണ്ട്, അതുകൊണ്ട് ഈ കുഴപ്പത്തെ മൂടി വെക്കുക. നോക്കണേ, അല്ലേ? മാത്രമല്ല, നീ ഉണ്ണുന്നത് പോലെ അവളെ ഊട്ടുക, നീ ഉടുക്കുന്നത് പോലെ അവളെ ഉടുപ്പിക്കുക. ഞാൻ ചില കല്യാണ കുത്തുകളിലൊക്കെ ഇപ്പോൾ ആളുകൾ ചിരിക്കും. ഞാൻ ചിലപ്പോൾ പറയും, എന്ത് പറഞ്ഞു വെച്ചാൽ, നമ്മൾ അൽഫാം മന്തിയൊക്കെ അടിച്ചിട്ട് വൈകുന്നേരം അവിടെ മുരിങ്ങ തളിച്ചോ പയറുപ്പ് ഇതൊക്കെ ആയിട്ടായിരിക്കും. എന്നിട്ട് എനിക്ക് വിശപ്പില്ല എന്നിട്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾ അൽഫാം മന്തി കഴിക്കുന്നുണ്ടെങ്കിൽ അവളും അൽഫാം മന്തി കഴിക്കണം. നിങ്ങൾ ഉടുക്കുന്നത് പോലെ നിങ്ങളുടെ വസ്ത്രമല്ല, നിങ്ങൾ ഉടുക്കുന്നത് പോലെ അവളും മാന്യമായിട്ട് ഉടുക്കണം, ഏറ്റവും മാന്യമായിട്ട് സംസാരിക്കണം, അല്ലേ? അപ്പൊ ഇത് പാലിക്കപ്പെട്ട്, ഇതാണ് ഇസ്ലാമിക മൂല്യം. ഇനി സ്ത്രീയോട് പറഞ്ഞതോ, സ്ത്രീയോട് പറഞ്ഞ ഒരു നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ ആരാ? അതും കൂടെ പറഞ്ഞോട്ടെ. ഒരു നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞു, നോക്കിയാൽ സന്തോഷം ഉണ്ടാകും, കൽപ്പിച്ചാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ കേൾക്കണം, പറഞ്ഞാൽ അനുസരിക്കണം, വിളിച്ചാൽ വരണം, ഭർത്താവിൻ്റെ അഭാവത്തിൽ അവളുടെ ശരീരവും അയാളുടെ സമ്പത്തും കാത്തു സൂക്ഷിക്കും. ഈ നോക്കിയാൽ സന്തോഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ വലിയൊരു സംഗതിയാണ്, പലർക്കും ഇല്ലാത്തതാണ്. കയറി ചെല്ലുമ്പോൾ, ഞാൻ ഒരു സ്ഥലത്തെ ഈ കല്യാണ കുത്തുബകളാണ് ഈ ഉദാഹരണം പറയാനുള്ളത് കേട്ടോ, കാരണം പലയിടത്തും ഇങ്ങനെ നമ്മൾ പോയിട്ട് ഇങ്ങനെ നടത്തുമല്ലോ. അപ്പോൾ ഒരു കുത്തുബ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്നോട് ഒരാൾ പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്, ഞങ്ങളിവിടെ ഒരു ക്ലാസ് നടത്താൻ പോകുന്നുണ്ട്, നിങ്ങളതിൽ വന്നിട്ട് ഇന്നലെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഞങ്ങളുടെയൊക്കെ ഭാര്യമാരെ വിളിച്ചു വിട്ടിട്ടൊന്ന് പറയണം എന്ന് പറയണ്ടേ. അപ്പം ഞാൻ എന്താ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോൾ പറയാം, വീട്ടിലേക്കൊന്നും കയറി ചെല്ലാൻ പറ്റില്ല, കാരണം അത്രയും മുഖം വീർപ്പിച്ച് കറുപ്പിച്ച് ഒരു കാര്യമില്ലാതെ ഒന്ന് പുഞ്ചിരിക്കുകയോ ഒന്ന് സന്തോഷമുള്ള മുഖം കണ്ടിട്ട് എത്ര കാലമായി എന്നൊക്കെ. ഇത് യാഥാർത്ഥ്യങ്ങളാണ്, അനുഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുഞ്ചിരിക്കുന്ന മുഖം. വേറൊരാൾ പറഞ്ഞു, ഭാര്യയ്ക്ക് നല്ല സൗന്ദര്യം ഉണ്ടെന്ന സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, മുഖത്തൊക്കെ നോക്കാൻ പറ്റണ്ടേ, ഏത് നേരം ഇഞ്ചി ഇന്ന് കുരങ്ങനെ പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞു, പുരുഷൻ്റെ ചെയ്യേണ്ട സംഗതി. അപ്പോൾ സ്ത്രീയുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ, അപ്പോൾ ഒരു ഭാഗത്ത് പുരുഷൻ, ഒരു ഭാഗത്ത് സ്ത്രീ, രണ്ടുപേരും അവരുടെ കടമകൾ തന്നെ നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവകാശം കിട്ടി. ഇപ്പൊ ഈ കുടുംബ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടാറുണ്ടല്ലോ, പല കുടുംബ പ്രശ്നങ്ങൾ ചെറിയ രൂപത്തിലൊക്കെ ഞാനും ഇടപെടാറുണ്ട്, ഇപ്പൊ ഈ പറഞ്ഞ ജോലിയുടെ ഭാഗമായിട്ടും മറ്റൊക്കെ. അപ്പൊ നമ്മൾ രണ്ടു കൂട്ടരോട് ചർച്ച ചെയ്യും. രണ്ടു കൂട്ടരും ചർച്ച ചെയ്യുമ്പോൾ എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവർക്ക് കിട്ടാതെ പോയ കാര്യങ്ങളാ, കിട്ടാതെ പോയത്, അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു. രണ്ടു ഭാഗത്തും ഭാര്യയും ഭർത്താവ് ഒരേപോലെ പറയണം. അപ്പൊ ഇത് ഇവര് ഞാൻ പറഞ്ഞ പോലെ, പ്രവാചകൻ പറഞ്ഞ പോലെ, പുരുഷൻ അവന്റെ കടമകൾ നിർവഹിച്ചു, സ്ത്രീ അവളുടെ കടമയെ നിർവഹിച്ചിരുന്നുവെങ്കിൽ ഈ അവകാശങ്ങൾ സ്വാഭാവികമായി അവിടെ കിട്ടുമായിരുന്നു. അപ്പൊ അവരവരുടെ കടമകൾ നിർവഹിച്ചില്ല,
അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് തന്നില്ല, അത് ചെയ്തില്ല, അത് തന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ കടമകളും കടപ്പാടുകളും നിർവഹിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തായി? അവകാശങ്ങളും ബാധ്യതകളും അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. നമ്മുടെ അപ്പൊ തന്നെ കുടുംബജീവിതം ഒരു ഒരു സ്വർഗം അല്ലെ, സന്തോഷമുള്ള സന്തോഷമായി മാറും. സമാധാനമുള്ള ജീവിതം ഉണ്ടാവും എന്ന് ഓ, തന്നെയാണ്. പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ എവിടെയായാലും ഉണ്ടാവുമല്ലോ. അതെ അതെ ചെറിയ പ്രശ്നങ്ങളൊക്കെ സൗന്ദര്യ പിണക്കം എന്നൊക്കെ പറയും അതെ അല്ലേ? അതെ. ആ അത് അവിടെ പോലും ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ പിണങ്ങി നിൽക്കുക, ഇപ്പോൾ പിണങ്ങുന്നതിനെ കുറിച്ച്, മനുഷ്യരുമായിട്ട് പിണങ്ങി നിൽക്കുന്നതിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു 3 ദിവസത്തിൽ കൂടുതൽ ഒരു വിശ്വാസി 2 വിശ്വാസികൾ തമ്മിൽ പിണങ്ങാൻ പാടില്ല. ഇത് കുടുംബത്തിലും ബാധകമാണ്. അതെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഞങ്ങൾ ആഴ്ചകളായിട്ട് മാസങ്ങളായിട്ട് മിണ്ടിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ നടക്കുക, അത് പാടില്ലല്ലോ. പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ തന്നെ അത് ഇടപെട്ടിട്ട് പറഞ്ഞിട്ട് തീർക്കണം. പിന്നെ പിണക്കമൊക്കെ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇണങ്ങിയാലും മറക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംസാരങ്ങളൊന്നും മുറിവുകളൊന്നും പിണങ്ങുന്ന സമയത്ത് ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അതാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി തെറ്റി പറയേണ്ടത്, അതിന് പറയാൻ പറ്റാത്തതൊക്കെ അതിന്റെ മാക്സിമത്തിൽ അങ്ങ് പറഞ്ഞു. പിന്നെ ഇണങ്ങിക്കഴിഞ്ഞാലും ഉണങ്ങാത്ത മുറിവുകളായിട്ട് നിൽക്കുക. അപ്പൊ ചെറിയൊരു ശ്രദ്ധ രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ സന്തോഷവും സമാധാനമുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാവും. പിന്നെ ഈ പുതിയൊരു തലമുറയുടെ ഈ കുടുംബ ജീവിതത്തോടൊരു വിമുഖത, അതിനോടൊരു നീരസം, അതൊക്കെ ഉണ്ടാവാൻ നേരത്തെ പറഞ്ഞ ജീർണതകൾക്ക് പുറമെ മറ്റൊരു കാരണം കൂടിയുണ്ട്. അപ്പൊ അവര് പഠിക്കുന്ന ക്യാമ്പസുകളാവട്ടെ, അവർ ഇടപഴകുന്ന ഇടങ്ങളാവട്ടെ, സോഷ്യൽ മീഡിയയിലാവട്ടെ, അവർ വായിക്കുന്ന എഴുത്തുകളാവട്ടെ, എല്ലാത്തിലും ഒരു സർവതന്ത്ര സ്വാതന്ത്ര്യം, വ്യക്തിയാണ് വലുത്. അതുകൊണ്ട് അറ്റങ്ങളില്ലാത്ത അതിരുകളില്ലാത്തൊരു വ്യക്തി സ്വാതന്ത്ര്യം. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാല് ലിബറലിസം അവരെ സ്വാധീനിക്കുന്നതാണ്. ഈ ലിബറലിസ്റ്റുകൾ അല്ലെങ്കിൽ ലിബറലിസത്തിന്റെ പലതരം മോഹന വാഗ്ദാനങ്ങൾ എന്ന് പറയാം. അത് എല്ലായിടത്തു നിന്നും അവർ കാണുന്നു, കേൾക്കുന്നു. എന്തിനാണ് പിന്നെ പ്രയാസകരമായ കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുന്നത്? ശരിയാണ്, നിങ്ങൾ പറഞ്ഞ പല മൂല്യങ്ങളും അതിലുണ്ടാവാം. എന്നാൽ പ്രാക്ടിക്കലി അതിൽ ജീർണതകൾ ഉണ്ടല്ലോ എന്നതിലേക്ക് നിങ്ങൾ എന്തിനാ ഒരു സാഹസത്തിന് ഒരുങ്ങുന്നത്? നിങ്ങൾക്ക് സ്വതന്ത്രമായി തന്നെ ജീവിക്കാമല്ലോ. നമ്മളൊരു കുടുംബജീവിതത്തിന്റെ ഒരു ബേസ് അടിസ്ഥാനമായി പറയുന്നത് നമ്മളൊരു ലൈംഗിക ജീവിതത്തിന്റെ ഒരു സ്റ്റാർട്ട് കൂടിയാണല്ലോ. എല്ലാവരും അനുഭവത്തോടു കൂടി ഒരു സദാചാരപരമായ ഒരു ജീവിതം എന്നൊക്കെ നമ്മൾ പറയുന്നത്. എന്തിനാണ് ആ സദാചാരം? സദാചാരം തന്നെ ഒരു അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറയുന്ന ഒരു ലിബറലിസം വളരെ പരസ്യമായി, വളരെ വ്യാപകമായി നമ്മുടെ ചുറ്റുമുണ്ട്. അത് മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന, ഇസ്ലാമിക വിശ്വാസങ്ങളിൽ തന്നെ ജീവിതം കൊണ്ടുപോകുന്ന ആളുകളിൽ പോലും ചെറുതായ രീതിയിലെങ്കിലും സ്വാധീനിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്, നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യമാണ്. ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങളുടെ ഒരു വലിയ പ്രശ്നങ്ങൾ, അതിന്റെ പ്രതിസന്ധികൾ എന്താണ് എന്ന് പറയാ? ശരിക്കും അത് മനുഷ്യന്റെ പ്രകൃതിക്ക് വിരുദ്ധമായ ഒരു കാഴ്ചപ്പാടാണ് ഈ അവതരിപ്പിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയ, പറഞ്ഞ പോലെ വലിയ സ്വാധീനമുണ്ട്. ഇപ്പൊ കുട്ടികൾ പറയുന്നത് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ജോലി സമ്പാദിക്കണം, എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കണം. പിന്നെന്താന്ന് വെച്ചാൽ പിന്നെ സ്വന്തം കാലിൽ ഇങ്ങനെ നിൽക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, എന്നിട്ട് പിന്നൊന്നുമില്ല പറയാൻ. അപ്പോൾ രാത്രി വൈകുന്നേരം ഉണ്ട് ഇറങ്ങുക, എന്നിട്ട് ഇങ്ങനെ അവിടെ പോയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ വരിക, അങ്ങനെ വരിക. ഇതാണ് ജീവിതം എന്ന് ധരിച്ചിരിക്കുകയാണ്. ഇതാണോ യഥാർത്ഥത്തിൽ ജീവിതം എന്ന് പറഞ്ഞാൽ? ഈ ഇങ്ങനെ ഈ സ്വന്തം കാലിൽ നിൽക്കുന്ന ആള് ഒന്ന് ഒന്ന് കാലിടറി വീണു നോക്കിയാൽ അറിയാം. ഒന്ന് കാല് തെറ്റി വീണിട്ട് 4 ദിവസം കിടന്നാൽ അറിയാം. അപ്പോൾ എന്താണ് ഈ സ്വന്തം ഒറ്റക്കാലിൽ നിന്ന് സ്വന്തം കാലിൽ നിന്നിട്ട് ജീവിക്കുന്നതിൻ്റെ അവസ്ഥ? മനുഷ്യന് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാകുന്നത് ശരിക്കും അവനൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോഴാണ്. മറ്റൊരു ഇനി ഇത് കുറച്ച് മുന്നോട്ട് പോയി, കുറച്ച് പ്രായമായി. ഇപ്പോൾ 1-2 സിനിമാ നടികളും കലാരംഗത്ത് പ്രവർത്തിക്കുന്ന 2 പേര് പറഞ്ഞതായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ വായിച്ചു. ആളെ പേര് പറയണ്ട. 50 കഴിഞ്ഞു, എനിക്കിപ്പോൾ ഒരു കൂട്ടുണ്ടായാൽ കൊള്ളാവുന്നുണ്ടെന്ന്. കൂട്ടുണ്ടായാൽ എനിക്ക് കൊള്ളാവുന്നുണ്ടെന്ന്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ നേരത്തെ ശാരീരികമായ ചെറിയ തളർച്ചകളിലേക്ക് വന്നു, മറ്റ് സംഗതികൾ അല്ലേ. അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഈ കുടുംബം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു മനുഷ്യനെ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ അയാൾക്ക് നല്ല ആരോഗ്യവും പണവും സൗകര്യമൊക്കെ ഉള്ള സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പാറി നടക്കാം. ഇത് പക്ഷെ എല്ലാ കാലത്തും ഉണ്ടാവില്ല. ജീവിതത്തിന് പല ഘട്ടങ്ങളുണ്ട്. പല ഒരു ഘട്ടങ്ങൾ. ഘട്ടങ്ങളിൽ മാത്രം ഒരു അഭിപ്രായം പറയുന്നത്. അതാണ്. ഇതാണ് കടന്നിട്ട് പിന്നെ ഒരു ഘട്ടം വരാനുണ്ട് മനുഷ്യർക്ക്, രോഗത്തിന്റെ, തളർച്ചയുടെ, മറ്റ് സന്ദർഭങ്ങൾ. അപ്പൊ അവിടെ ആരാണ് ഇവരെ താങ്ങുക? ആരാണ് തണലാവുക? ആരാണ് പരിചരിക്കുക? ആരാണ് കൂടെ നിൽക്കുക? ആരിൽ നിന്നാ ഒരു ആശ്വാസം കിട്ടുക? അല്ലേ? ഇതിന് യഥാർത്ഥത്തിൽ ഈ ഈ ഈ പറഞ്ഞ ഈ കുടുംബം വേണ്ട, ജീവിതം ഇങ്ങനെ നടക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ളവർക്ക് ശരിക്കും അത് പ്രശ്നമുണ്ട്.
ആ ഒരു കാഴ്ചപ്പാട് ഉണ്ട് ശരിക്കും. പിന്നെ ലൈംഗികത എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വിചിത്രമായ വാദങ്ങളാണ്. ഇപ്പൊ ഈ മനുഷ്യന്റെ പ്രകൃതിയല്ലേ ലൈംഗിക വികാരം, അല്ലെങ്കിൽ അതുപോലുള്ള സംഗതി ഒന്ന് മറ്റൊന്നിലേക്ക് ആകർഷിക്കപ്പെടുക, ഇണചേരുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് പറയുന്ന മറുപടി അതിന് ഇതിനെ കല്യാണം കഴിക്കുന്നത്. പട്ടിയും പൂച്ചയും കല്യാണം കഴിക്കുന്നില്ലല്ലോ. പശുക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പശു ഒന്നും കല്യാണം കഴിക്കുന്നില്ലല്ലോ. പിന്നെ എത്രത്തോളം കുട്ടികൾ പറയുന്നു എന്നാ. അപ്പോൾ ഇപ്പൊ നമ്മൾ ചായ കുടിക്കാൻ ഇതിനെ ചായക്കട തുടങ്ങണമെന്ന്, നമുക്ക് അതെ. ഇന്ന് ഇവിടുന്ന് ഒരു ചായ കുടിക്കാം, നാളെ അപ്പുറത്തുനിന്ന് ചായ കുടിക്കാം എന്നൊക്കെ അങ്ങനെ പോയിട്ട് ഈ ഒരു ചിന്താഗതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ അവൻ്റെ മാനവികതയിൽ നിന്ന് താഴ്ത്തി അവനെ മൃഗത്തിലേക്ക് അധപ്പതിപ്പിക്കുക എന്നുള്ള. മൃഗങ്ങൾ അങ്ങനെയാണല്ലോ. പക്ഷെ മൃഗങ്ങളെ പോലെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റൂല. മൃഗങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ അടുത്ത കാലത്ത് വീണ്ടും നമ്മൾ സോഷ്യൽ മീഡിയയിലും മറ്റൊക്കെ മാധ്യമങ്ങളിൽ ചർച്ച വന്നു. കേരളത്തിൽ വീണ്ടും എയ്ഡ്സ് പിടിമുറുക്കുന്നു. ശ്രദ്ധിച്ചു നവശീ സാഹിബ് ഒരു വാർത്ത. വീണ്ടും എയ്ഡ്സ് പിടിമുറുക്കുന്നു. എന്നോടത്ത് ഇത്ര കേസുകൾ റിപ്പോർട്ട്. ഈ എയ്ഡ്സ് എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതമാണ് അല്ലേ. കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം എന്നുള്ളത് ജന്തു ലോകത്ത് അത് സർവ്വസാധാരണമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് അവിടെ. പക്ഷെ മനുഷ്യർക്ക് അത് എന്തുകൊണ്ട് പറ്റുന്നില്ല? മനുഷ്യൻ ജന്തു അല്ലാത്തതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതമാണ് എയ്ഡ്സിന്റെ പ്രധാന കാരണമെന്ന് വരുന്നുവെങ്കിൽ മനുഷ്യർക്ക് മാത്രമേ അത് സംഭവിക്കുന്നുള്ളൂ എങ്കിൽ മനുഷ്യൻ വെറും ജന്തുവല്ല എന്നാണ് അതിൻ്റെ ഒരർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ സർവതന്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുക, ഒരു സങ്കല്പം പറയാൻ കൊള്ളാവുന്ന ഒരു സംഗതി മാത്രമാണ്. അതിൽ തന്നെ ഒരു തമാശ പറഞ്ഞത് ഈ ലിബറലിസ്റ്റുകളും അവർ ലിവിങ് ടുഗദർ എന്നാണ് പറയുന്നത്. അപ്പോഴും ഒരു ഇണ ഒരുമിച്ച് ജീവിക്കുക എന്ന് തന്നെ, പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഇല്ലാതെ ഒരുമിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിന്റെ നഷ്ടം കൂടി സ്ത്രീക്കാണല്ലോ. കാരണം ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്തതാണ് ഈ പലരും നടക്കുന്നത്. എപ്പോഴും പിരിഞ്ഞു പോവാ. പക്ഷെ വിവാഹം കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്തമുള്ള ഒരു കരാറാണല്ലോ. അപ്പൊ അത് മനസ്സിലാക്കപ്പെടുന്നത് കൂടിയില്ല. ഈ ലിവിങ് ടുഗദർ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ലിബറലിസത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ഈ ചിന്താഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇര സ്ത്രീകളാണ്. അതിന് ചൂഷണത്തിന് വിധേയമാകുന്നു. അവർക്ക് സംരക്ഷണമില്ല. പുരുഷൻ ഏത് സമയവും പൊടി തട്ടിയിട്ട് പോകും. അഥവാ ഇപ്പോ അമേരിക്കയിലൊക്കെ അല്ലെങ്കിൽ ലോകത്ത്, പാശ്ചാത്യ ലോകത്തുള്ള അവിടെ ലോകത്ത് ഇന്ന് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് ഫാദർലെസ് അമേരിക്ക എന്നാണ്. അച്ഛനില്ലാത്ത കുട്ടികൾ. ഈ അച്ഛനില്ലാത്ത കുട്ടികളെ വളർത്തുന്ന സ്ത്രീകൾ, സിംഗിൾ പാരന്റിങ് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അനുഭവിക്കുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞ് കൂടി, അല്ലെങ്കിൽ ഇങ്ങനെ കൂടി ഒന്നിച്ച് നടന്ന് അവരവരുടെ കാര്യം കഴിഞ്ഞിട്ട് അവർ പോയി. ആരാണ് ഇരകളാക്കപ്പെടുന്നത്? സ്ത്രീകളാണ് ഇരകളാക്കപ്പെടുന്നത് അല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇര ആരാണ്? സ്ത്രീയാണ്. വിവാഹം കുറച്ചുകൂടി അർത്ഥത്തിൽ സ്ത്രീക്കാണ് സുരക്ഷ കൂടുതൽ കൊടുക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് സ്ത്രീക്കാണ് സുരക്ഷിതം കൊടുക്കുന്നത്. ഏത് സന്ദർഭത്തിലും അവരെന്ത് ചെയ്യുന്നു? ഭർത്താവിനാൽ സംരക്ഷിക്കപ്പെടുന്നു. ഇനി ഭർത്താവ് മരണപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? മക്കളാൽ സംരക്ഷിക്കപ്പെടുന്നു. ഇനി അഥവാ അവർ വേർപെട്ട് പിരിഞ്ഞു പോവുകയാണെങ്കിൽ പോലും അവരുടേതായ അവകാശങ്ങളൊക്കെ അല്ലേ, പിരിഞ്ഞു പോകാനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ ഇപ്പൊ ഈ കുടുങ്ങിക്കിടക്കുന്ന ഒരു പണിയില്ലല്ലോ. പുരുഷന് തൊലാഖുണ്ടെങ്കിൽ സ്ത്രീക്ക് ഹുൽണ്ട് ഫസ്ഖുണ്ട് അല്ലേ. ഒരിക്കലും പറ്റാത്ത എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടാൽ പിരിഞ്ഞു പോവുക. അപ്പോഴും എന്തിനുണ്ട്? അവിടെ ന്യായമായ അവകാശങ്ങൾ കിട്ടുന്നുണ്ട്. കുട്ടികളുടെ സംരക്ഷണം നടക്കുന്നുണ്ട്. നടക്കുന്നില്ല. ഇവർക്ക് തന്നെ ഇവർക്ക് മത്താഴ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീവനാംശം എന്ന് പറഞ്ഞ സംഗതി നടക്കുന്നുണ്ട്. മറ്റുള്ളതായിട്ടുള്ള അവകാശങ്ങളൊക്കെ സ്ഥാപിതമാകുന്നുണ്ട്. ഈ പറഞ്ഞ കാഴ്ചപ്പാടിൽ എന്തില്ല? അതില്ല. പിന്നെ ഈ സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്വാതന്ത്ര്യമില്ല, എന്താ പറയുക, നിയന്ത്രണം ഇല്ലാത്തൊരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സംഗതി എവിടെയുണ്ടോ? ഒരു കള്ളിയിലും കോളത്തിലും ഒതുങ്ങി നിൽക്കുക എന്നുള്ളതല്ലേ. ഒരു പേപ്പറിൽ ഞാൻ ഇപ്പോൾ വായിച്ചത്, ഒരു പേപ്പറിൽ നമ്മളിപ്പോൾ ഒരു വൈറ്റ് പേപ്പറിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ, നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ ഒരു മധ്യഭാഗത്ത് അല്ലെങ്കിൽ അതിനൊരു മാർജിനും കാര്യമൊക്കെ വിട്ടിട്ട് ഒരു ഭാഗത്ത് ഒതുങ്ങിയിട്ടല്ലേ നമ്മൾ എഴുതുക. ഈ അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഒരാൾ എഴുതി കഴിഞ്ഞാൽ എത്ര വൃത്തികേടായിരിക്കും എന്ന് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഗതി, ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചപ്പോൾ വായിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു കളിയിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കളിയാണെങ്കിൽ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുകയാണെങ്കിൽ, അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് അവർക്ക് ഓരോരുത്തരും ചെറിയ പരിമിതികൾക്ക് വിധേയരായിട്ട് കൂട്ടായിട്ട് അവർ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല അവസ്ഥയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു രാജ്യത്ത് ഒരു ഭരണകൂടമല്ല, ആളുകൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പ്രവർത്തിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയാണ്, നാളെ ഇവിടെ ഒരു നിയമം ഉണ്ടാവില്ല, എല്ലാവരും സ്വതന്ത്രരാണ്. എന്താ സംഭവിക്കുക? മറ്റന്നാൾ ഇവിടെ കുറേ ആൾ ബാക്കി ഉണ്ടാവില്ല, അരാജകത്വം. മറ്റന്നാൾ ഇവിടെ കുറേ സ്ഥാപനങ്ങൾ ബാക്കി ഉണ്ടാവില്ല, ഇവിടെ ജ്വല്ലറികളൊന്നും ബാക്കി ഉണ്ടാവില്ല. ആളുകൾക്ക് എന്തും ചെയ്യാനുള്ളൊരു ദിവസം എന്ന് വന്നു കഴിഞ്ഞാൽ
പിന്നെന്താണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസം. സർവ്വതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഒന്നും ചെയ്യാൻ, എല്ലാവരും അവനവന് തോന്നിയതൊക്കെ ചെയ്യുകയാണെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇത്. പക്ഷേ അങ്ങനെ ഒരു തെറ്റായ ചിന്താഗതി ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക, അതിന് നമ്മളെ കുട്ടികൾ വിധേയരായിക്കൊണ്ടിരിക്കുക. പിന്നെ വേറെ ഇതിൻ്റെ കൂടെ തന്നെ പറയാറുണ്ടല്ലോ, അതായത് എന്താണ് പിന്നെ ഹാം പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയും അല്ലേ. ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഉപദ്രവമില്ലെങ്കിൽ ഒരാൾക്ക് എന്തും ചെയ്യാം. അതിപ്പോൾ ഈ ലിബറലിസത്തിന്റെ ഒരു വലിയ സിദ്ധാന്തമായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാം മറ്റൊരാൾക്ക് ഉപദ്രവമില്ലെങ്കിൽ എന്ന്. അങ്ങനെ മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്തൊരു കാര്യമില്ല. എന്നിട്ട് അതിന് ഉദാഹരണം പറയുന്നത്, നിങ്ങൾ മദ്യപിക്കുന്നത്, നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, മറ്റൊരാൾക്ക് ഉപദ്രവമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം, സമൂഹത്തിന് എന്താ പ്രശ്നം? പക്ഷെ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് സമൂഹത്തിന് പ്രശ്നമുണ്ടല്ലോ. ഒരുപാട് ആളുകൾക്ക് പ്രശ്നമുണ്ട്. ഒന്ന് ഇയാൾക്കൊരു കുടുംബം ഉണ്ടാവും, അവർക്ക് പ്രശ്നമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരുപാട് ദൂഷ്യങ്ങൾ അനുഭവിക്കുന്ന സമൂഹത്തിന് പ്രശ്നമുണ്ട്. ഒരാൾ വെള്ളം അടിച്ചിട്ട് തെരുവിൽ കിടന്നു കഴിഞ്ഞാൽ വേറെ ആർക്കും പ്രശ്നമുണ്ട്, സമൂഹത്തിന് പ്രശ്നമുണ്ട് അല്ലേ. അതുപോലെ നടന്നു പോകുന്ന ആൾക്ക്, വാഹനം ഓടിക്കുന്ന ആൾക്ക് പ്രശ്നമുണ്ട്. ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം മറ്റൊരാളെ ബാധിക്കാത്ത ഒരു കാര്യമല്ല. ശ്രീബുദ്ധന്റെ ഒരു വാചകം പറയാറുണ്ട്, അതുള്ളത് കൊണ്ട് ഇതുണ്ട് എന്നാണ്. അതായത് സമൂഹം പരസ്പരം ബന്ധിതമാണ്. ഒരാൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയുടെയും ഗുണമോ ദോഷമോ ആയിട്ട് മറ്റൊരാളെ ബാധിക്കും. അതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞില്ല, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായിട്ട് വരണം. കാരണം നമ്മൾ സുഖത്തിന് ആചരിക്കുന്നതും മറ്റൊരാൾക്ക് ദ്രോഹമായിട്ട് വന്നേക്കാം. അപ്പൊ ഈ സർവ്വതന്ത്ര സ്വാതന്ത്ര്യം എന്നും പറഞ്ഞിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തോന്നിയാസങ്ങളൊക്കെ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ആളുകളെ ബാധിക്കും. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, മറ്റൊരാൾക്ക് ഉപദ്രവം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരാളുടെ സുഖം, 10 ആളുടെ സുഖം, അങ്ങനെയുണ്ട് കേട്ടോ. ഭൂരിപക്ഷത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ ന്യൂനപക്ഷത്തിന്റെ സുഖം, 10 ആളുടെ സുഖം, ആ 10 ആളുടെ സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരാളുടെ അസുഖത്തെ അല്ലെങ്കിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന പ്രയാസം നിങ്ങൾ പരിഗണിക്കേണ്ട. കാരണം കൂടുതൽ ആളുകൾക്ക് സുഖം ഏതാണോ, ഇപ്പോൾ 10 ആൾ കൂടിയിട്ട് ഒരു പെൺകുട്ടിയെ മയക്കുമരുന്ന് കൊടുത്തിട്ട് ബോധം കെടുത്തിയിട്ട് ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ പിടിച്ചിട്ട് ബലാത്സംഗം ചെയ്തു. 10 ആളുടെ സുഖം, ആ 10 ആളുടെ സുഖം. പക്ഷേ ഇവിടെ ഒരാളുടെ പ്രയാസമുള്ളൂ. ന്യായീകരിക്കാൻ പറ്റുന്ന കേസാണോ? ഇല്ല. ഇതൊക്കെ വിചിത്ര വാദങ്ങളാണ്. ഈ ലിബറലിസത്തെ കുറിച്ച് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ, അവരുടെ ഓരോ വാദങ്ങൾ വായിച്ചു നോക്കിയാൽ ഇങ്ങനെയാണ്. ഈ സർവ്വതന്ത്ര സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ മറ്റൊരാൾക്ക് ഉപദ്രവം അല്ലെങ്കിൽ എന്തും ആവാം, അല്ലെങ്കിൽ ഭൂരിഭാഗം ആളുകൾക്ക് എന്താണോ ഗുണമുള്ളത്, അപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നം നോക്കേണ്ടതില്ല. ഇതൊന്നും അതായത് മാനുഷികമല്ല, മനുഷ്യപ്രകൃതിക്ക് യോജിക്കുന്നതല്ല, തികച്ചും പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ ലിബറലിസത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ലിബറലിസത്തിന്റെ അതിൽ ആകൃഷ്ടരായവരോ അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ സ്വാധീനമുള്ള ആളുകൾ പോലും ചോദിക്കുന്ന ലളിതമായ ഒരു ചോദ്യമാണ്, ആൺ പെൺ ബന്ധങ്ങളിൽ എന്തിനാണ് ഇത്ര വിലക്ക് ഏർപ്പെടുത്തുന്നത്? ഇപ്പോൾ സ്കൂളുകളിൽ, കോളേജുകളിൽ ഒരുമിച്ച് പഠിക്കുന്നവർ, സഹപ്രവർത്തകരായവരുണ്ട്. ഇവരൊക്കെ പരസ്പരം കാണുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ അതിലൊക്കെ ചില വിലക്കുകൾ, അതിനെല്ലാതരം വിലക്കുകൾ ഏർപ്പെടുത്തണോ? സ്ത്രീകൾ അങ്ങനെ ഒരു അന്യപുരുഷന്മാരെയും കാണാൻ പാടില്ല, അവരുള്ള സദസ്സിൽ പോകാൻ പാടില്ല. എന്തിനാണ് ഇത്ര വിലക്ക്? അപ്പൊ ഇത്രയും വിലക്കുകൾ ഉള്ള ഒരു മതമാണോ, സ്ത്രീകൾക്ക് ഒരുവിധം സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു മതമാണോ നിങ്ങൾ ഈ 21ാം നൂറ്റാണ്ടിൽ കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തില് പിന്നെ ആൺപെൺ ബന്ധങ്ങൾ, കുടുംബത്തിനും വൈവാഹികത്തിനും പുറത്തുള്ള ആൺപെൺ ബന്ധങ്ങളെ പാടില്ല എന്നാണോ ഇസ്ലാം പറയുന്നത്? അങ്ങനെ ഇസ്ലാമിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അനിയന്ത്രിതമായ കൂടിക്കലറുകളും ബന്ധങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അനിയന്ത്രിതം, അത് ഇസ്ലാമിൽ മാത്രമല്ല, ആരും അംഗീകരിക്കില്ല. അപ്പൊ ഈ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്, വിശ്വാസികളോട് പറയുക അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ, വിശ്വാസിനികളോട് പറയുക അവരുടെ കണ്ണുകളും അവർ താഴ്ത്തട്ടെ. ഒരിക്കലും കൂടിച്ചേരുകയോ ഒന്നിച്ച് കാണുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിൽ എന്തിനാ കണ്ണ് താഴ്ത്തണം? എന്തിനാ സ്ത്രീകൾ കണ്ണ് താഴ്ത്തുന്നത്, പുരുഷന്മാർ? അപ്പൊ കൂടിച്ചേരും, നേരെ കാണാനും നിൽക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പൊ കണ്ണ് താഴ്ത്തട്ടെ എന്ന് പറയുന്നത് കണ്ണ് നോട്ടത്തിൽ മാത്രമല്ല, അവിടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ധാർമ്മികമായ ഒരു പരിധികൾ പാലിക്കട്ടെ അല്ലേ. ഒരു സ്ത്രീയിലേക്ക്, അന്യ സ്ത്രീയിലേക്ക് ശരിയല്ലാത്ത ഒരു വികാരത്തോടു കൂടി ഒരാളെ നോക്കുന്നതിന് ആര് ന്യായീകരിക്കും? ഇപ്പൊ നമ്മൾ പറഞ്ഞ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞില്ലേ, ഒരാൾ 2 പേര് ചോർന്നിട്ട് ജീവിക്കുക. ഈ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്ന അതിൽ ഒരാൾ മറ്റൊരാളുകൂടെ കൂടി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇയാളുടെ കൂടെ അവർ ജീവിക്കുമോ? മറ്റൊരാളുമായിട്ടും കൂടി ഇയാൾക്ക് ശരിയല്ലാത്ത ബന്ധങ്ങളുണ്ട് എന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഇവരുടെ കൂടെ ജീവിക്കുമോ? തികച്ചും ലിബറൽ ആയിട്ടുള്ള ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ ലിവിങ് ടുഗദർ. പക്ഷെ അവിടെ പോലും എന്തുണ്ട്,
അത് പറ്റില്ല. പറ്റില്ല. ഒരു നിയന്ത്രണം ഇതിനാവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഇതിൽ ഇത് ഒതുങ്ങണം എന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. ഇത് മതത്തിന്റെ മാത്രം കാഴ്ചപ്പാടല്ല. ഇത് ഈ സമൂഹത്തിൽ മൊത്തത്തിൽ എല്ലാവരുടെയും ഒരു ഒരു ഈ പറഞ്ഞ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു അനിയന്ത്രിതമായ തോന്നുന്ന പോലെ എല്ലാ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പട്ടിയെപ്പോലെ, പൂച്ചയെപ്പോലെ, കാളയെപ്പോലെ മനുഷ്യൻ കാണുന്നിടത്തും ഒക്കെ അങ്ങനെ ഉള്ള ആ ഒരു അർത്ഥത്തിൽ ഇതൊക്കെ പോയി പോയി എത്തുന്നത് അവിടേക്കാണ്. ലൈംഗികമായിട്ടുള്ള അനിയന്ത്രിതമായ അവസ്ഥ. അതിന് ഇരകൾ സ്ത്രീകളായിരിക്കും എന്ന് പിന്നെ പറഞ്ഞില്ലേ. ഈ അനിയന്ത്രിതമായ അവസ്ഥ അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അപ്പൊ അതല്ലാത്ത എല്ലാ ഇടപെടലുകളും എല്ലാ ഇടപെടലുകളും എന്താ കുഴപ്പം? ഒന്നിച്ച് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നതിനോ, ഒന്നിച്ച് യാത്ര പോകുന്നതിനോ, അല്ലേ, ഒന്നിച്ച് യാത്ര പോകുന്നതിനോ, അല്ലെങ്കിൽ കൂടിയിരിക്കുന്നതിനോ, അല്ലെങ്കിൽ കല്യാണങ്ങളിലോ പരിപാടികളിലോ പങ്കെടുക്കുന്നതിനോ ഒന്നും എന്തില്ല. പക്ഷെ ഒരു അവിശുദ്ധമായ ബന്ധങ്ങളോ അല്ലെങ്കിൽ അവിശുദ്ധമായ കാഴ്ചപ്പാട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇടപഴകലുകളോ തെറ്റായ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ സംഗതി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് പിന്തിരിപ്പനാണെങ്കിൽ ആ പിന്തിരിപ്പത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതായത് ഒരു പുരുഷന് ഏതൊരു പെണ്ണിനെയും ഈ പറഞ്ഞ ലൈംഗിക വികാരത്തോടുകൂടി നോക്കാമെന്നും അവളുമായിട്ട് ഇടപഴകാമെന്നും തൊടാനും പിടിക്കാനും ചാരാനും പിടിക്കാനും ചേർന്ന് ഇതൊക്കെ ഈ ഒരു സംഗതിക്ക് അതിനൊന്നും നിയന്ത്രണമില്ല. അതൊക്കെ എന്തോ അതാണ് പുരോഗമനമെങ്കിൽ അത്രയും പുരോഗമനം വിലക്കുകളല്ല, എന്തില്ല. പരിധികളാണ് വെക്കുന്നത്. പരിധികളുണ്ട്. പരിധികൾ മാന്യത എന്നാണ് അതിന് പറയാം. ലജ്ജാബോധം എന്നത് പറയും. ലജ്ജാബോധം, നാണം, മാനം എന്നൊക്കെ പറയും. ഈ നാണം മാനം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതാണ്. നാണമില്ലാത്ത മാനമില്ലാത്ത ഇടപഴകലുകൾ, അല്ലേ? ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഈ പറഞ്ഞ അവസ്ഥയിലാണെങ്കിലോ സ്ത്രീയുടെ ശരീരത്തിൽ ഒരു പുരുഷന് സ്പർശിക്കാലോ, ഒരു പുരുഷന്റെ ശരീരത്തിൽ ഒരു സ്ത്രീക്ക് സ്പർശിക്കാലോ. പക്ഷെ ആ സ്പർശനം എന്താണ്? നോട്ടം പോലും. ഇപ്പൊ നമ്മുടെ ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ പോലും തുറിച്ചു നോട്ടം എന്ന് പറഞ്ഞാൽ എന്താ? 15 സെക്കൻഡ് നിങ്ങൾ ഒരു പെണ്ണിനെ നോക്കി എന്നുള്ളത് നിങ്ങൾക്ക് തെളിയിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? മാന്യമാണെന്നുള്ളതാണ്. അപ്പൊ മാന്യത എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, നാണം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, മാനം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്, ഇത്തിരി ലജ്ജാബോധം എന്ന് പറഞ്ഞൊരു സംഗതിയൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ധാർമ്മികതയാണ്. ഈ ധാർമ്മികത പിന്തിരിപ്പനാണ് അല്ലെങ്കിൽ അത് മോശപ്പെട്ടതാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് രക്ഷയില്ല. പക്ഷെ അതാണ് മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതി. നമ്മൾ ഈ സർവതന്ത്ര സ്വതന്ത്രമാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്നു പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് നിലവിലെ സദാചാര മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ നിലനിൽക്കുന്ന കുടുംബസങ്കല്പം തകരേണ്ടതാണെന്ന് അവർ പറയുന്നത്. അപ്പൊ ഈ അനിയന്ത്രിത സ്വാതന്ത്ര്യം നൽകുമ്പോൾ അതിനുണ്ടാകുന്ന ആണ് ഈ സുഖം തേടി പോവുക എന്നുള്ളത് മനുഷ്യരുടെ സ്വാഭാവികത. ഇന്നിപ്പോ ലഹരി വ്യാപിക്കുന്നുണ്ട്. പുതിയ തലമുറയിൽ പലതരം ലഹരി, സിന്തറ്റിക് തുടങ്ങി പല പേരുകളിൽ അറിയപ്പെടുന്നു. ഈ ലഹരി വ്യാപനവുമായിട്ട് ഈ ലിബറലിസത്തെ നമുക്ക് പിന്നെ ബന്ധപ്പെടുത്താൻ കഴിയും. അതാണെങ്കിൽ ലിബറലിസത്തിന്റെ തന്നെ ഒരു ഉൽപ്പന്നം, പാർശ്വഫലമാണ് ലഹരി എന്ന ഒരു വായനയുണ്ട്. ആ വായന നമ്മൾ എങ്ങനെ കാണേണ്ടത്? ലഹരിയുടെ ഉപയോഗം സമൂഹത്തിൽ പണ്ടുകാലം മുതലുണ്ട്. പണ്ടുകാലം മുതൽ ഇപ്പോൾ ഖുർആനിലും അതുപോലെ തന്നെ വേദങ്ങളിലും ഒക്കെ ഇപ്പോൾ ലഹരി അല്ലെങ്കിൽ മദ്യം എന്നൊക്കെ പറയുന്നത് തിന്മയും പാപവും ഒക്കെ ആയിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണ്ടുകാലം മുതൽ മനുഷ്യർക്ക് ഈ ഒരു സ്വഭാവം ഉണ്ട് എന്നാണ്. പക്ഷേ അത് ഒരു ഒരു ന്യൂനപക്ഷമോ അല്ലെങ്കിൽ പരിമിതമായ അളവിലോ ഒക്കെ മാത്രമാണ് സമൂഹത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാകുക. പുതിയ കാലത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫാഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു പുരോഗമനത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരു ട്രെൻഡോ ആയിട്ട് മാറിയിരിക്കാം. ഇതിന് ഈ രൂപത്തിൽ കൊണ്ടുവന്നത് ഈ പറഞ്ഞ ലിബറൽ കാഴ്ചപ്പാടുകൾ തന്നെയാണ്, ഈ ലിബറൽ ചിന്താഗതികൾ തന്നെയാണ്. അതായത് ഈ പറഞ്ഞ പോലെ ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാനുള്ളതാണ്, അനുഭവിക്കാനുള്ളതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണ്. ഇന്നത്തെ ഒരു സുഖവും നാളേക്ക് വേണ്ടി മാറ്റിവെക്കരുത്. ഇതാണ് ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്, ആസ്വാദനമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ വിചിത്രമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ സമൂഹത്തിൽ ശക്തിപ്പെട്ടതിൻ്റെ കൂടി ഫലമാണ് ലഹരിയുടെയും അതുപോലെ തന്നെ മയക്കുമരുന്ന് മദ്യത്തിൻ്റെ ഒക്കെ ഉപയോഗം വർദ്ധിച്ചു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാനസികമായിട്ട് ആളുകൾ ഇതിനോട് പാകപ്പെട്ടിരിക്കുന്നു, ആളെ പാകപ്പെടുത്തി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് നശിക്കുകയാണ്. ലഹരിയിലൂടെ ഒരാളും ലഹരി പിന്നെ ഉപയോഗിച്ചിട്ട് പിന്നെ ഒരു വ്യക്തിയും ഒരു സമൂഹവും നന്നാവുന്നില്ല, അല്ലേ? സ്വബോധം നഷ്ടപ്പെട്ടിട്ട്, ക്രിയാശേഷി നഷ്ടപ്പെട്ടിട്ട്, ചിന്താശക്തി നഷ്ടപ്പെട്ടിട്ട്, മാരകമായ കരൾ രോഗങ്ങൾ വന്നിട്ട്, അതുപോലെ കുടുംബങ്ങളും പ്രശ്നങ്ങളും തമ്മിലടി ഉണ്ടായിട്ട്, വാഹനാപകടങ്ങൾ ഉണ്ടായിട്ട്, അതുപോലെ തന്നെ മറ്റു മരണങ്ങളും സംഗതികളും ഉണ്ടായിട്ട് സമൂഹത്തിൽ എന്തെല്ലാം ദുരിതങ്ങളാണ് ഈ ലഹരി നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ചോദ്യം പ്രസക്താണതേ. നമ്മൾ ഒരു ഭാഗത്ത് നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ, സർക്കാരുകൾ, പിന്നെ സംഘടനകൾ അവർ ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുന്നു, ലഹരിക്കെതിരെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പക്ഷെ അവർ തന്നെയാണ് മറുഭാഗത്ത് എന്ത് ചെയ്യണത്? ഈ ലിബറലിസത്തിന്റെ എല്ലാവിധ സൈദ്ധാന്തികളും പുറത്തുവിടുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷെ ഈ ലിബറലിസമാണ് ഇതിന് വളമാവുന്നത് എന്നത് അവർ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. സർക്കാരിൻ്റെ ഇപ്പം നയങ്ങൾ എന്ന് പറഞ്ഞാൽ തനിക്കാപട്യമാണ്.
പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നയങ്ങൾ എന്നൊക്കെ പറയുന്നത് അവർ ഇപ്പോൾ ഏതാണ്ട് 60-ലധികം ബാറുകൾ, 60 ചില്ലാനം ബാറുകൾ മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇപ്പോഴത്തെ ഭരണകൂടം അവരിപ്പോൾ അത് 400ൻ്റെ മുകളിൽ ബാറുകളായിട്ട് അത് നിരം മദ്യം വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു ഭാഗത്ത്. എന്നിട്ട് പിന്നെ വലിയ വർത്തമാനങ്ങൾ വേറെ പറയും. ഒരു ഭാഗത്ത് ഇത് യഥേഷ്ടം മുക്കിലും മൂലയിലും സുലഭമായിട്ട് കിട്ടുക, മറുഭാഗത്ത് ഞങ്ങൾ മദ്യമുക്ത സമൂഹത്തിന് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്നു എന്ന് പറയാം. മാത്രമല്ല ഏറ്റവും വലിയ കാപട്യം, മദ്യം മനുഷ്യനെ അവൻ്റെ പിന്നെ ബുദ്ധിയെയും അവൻ്റെ ബോധത്തെയും നശിപ്പിക്കുന്നു, അത് ലഹരിയാണ്, അവനെ ഈ പറഞ്ഞ എല്ലാ അർത്ഥത്തിലും നശിപ്പിക്കും. ഇതുപോലെ തന്നെയാണ് മയക്കുമരുന്നും. പക്ഷെ മയക്കുമരുന്നിനെതിരിൽ ഭയങ്കര സ്ട്രോങ് നിലപാട് എടുക്കുന്നു എന്ന് പറയാം, മദ്യം യഥേഷ്ടം കൊടുക്കുകയും ചെയ്യാം. രണ്ടും യഥാർത്ഥത്തിൽ ഫലത്തിൽ ഒന്നാണ് അല്ലേ, ഫലത്തിൽ ഒന്നാണ്. പക്ഷേ മദ്യം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, മയക്കുമരുന്ന് അതും ഈ പറഞ്ഞ ഒരു കാപട്യത്തിൻ്റെ ഭാഗമാണ്. പിന്നെ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സങ്കുചിത താല്പര്യങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. അവർ ഒരു കാഴ്ചപ്പാട് കൂടി ഉണ്ടോയെന്ന് തോന്നിപ്പോകും ചിലപ്പോൾ. വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും. വെടക്കാക്കി തനിക്കാക്കുക അല്ലേ, പറയാറില്ലേ അങ്ങനെ. അതായത് മൂല്യങ്ങളിൽ നിന്ന് മുക്തമായൊരു സമൂഹമായിട്ട് ആളുകൾ മാറണം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ മാറണം. അപ്പോഴേ അവർക്ക് അനുയായികൾ ഉണ്ടാവുള്ളൂ, അവർക്ക് അവരുടെ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മദ്യം മയക്കുമരുന്ന് ഇങ്ങനെയുള്ളത് ക്രിയാശേഷിയുള്ള ഒരു സമൂഹമോ അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന ഒരു സമൂഹമോ ഉണ്ടാവാൻ പാടില്ല. അതും അവരുടെ ഒരു കാഴ്ചപ്പാടാണ്. ആളുകൾ അവരുടെ വേറൊരു ലോകത്ത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അനീതികളോ അല്ലെങ്കിൽ തോന്നിയാസങ്ങളോ ആക്രമണമോ അഴിമതിയോ അല്ലെങ്കിൽ ഇതിലേക്കൊന്നും ആളുകളുടെ ശ്രദ്ധ വരാത്ത വിധം ആളുകൾ വേറൊരു ഭാഗത്തേക്ക്. അത് ബഷീർ സാഹിബ് ശ്രദ്ധിച്ചോന്നറിയില്ല, ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ വലിയൊരു വിഭാഗം അരാഷ്ട്രീയവാദികളാണ്. ഈ അരാഷ്ട്രീയ ചിന്താഗതി ഈ ലിബറലിസ ചിന്താഗതികളുമായിട്ട് ബന്ധമുണ്ട്. ഈ പറഞ്ഞ ഇവർ വേറൊരു ലോകത്തേക്ക് തിരിച്ചു വിട്ടു. അവിടെ എന്ത് നടക്കുന്നു എന്ന് പോലും, അല്ലെങ്കിൽ ആരാണ് നമ്മളെ നയിക്കുന്നത്, ഭരിക്കുന്നത്, എന്താണ് അവരുടെ നയങ്ങളും നിലപാടുകൾ, അവരെടുക്കുന്ന നയങ്ങളും നിലപാടുകളും സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു, ആരൊക്കെ അനീതിക്കിരയാകുന്നു, അതിനോട് എങ്ങനെ പ്രതികരിക്കുക, അതൊന്നും വിഷയമല്ല. വലിയൊരു വിഭാഗം ഈ പറഞ്ഞ അത് ഈ ലിബറൽ ചിന്താഗതികളുടെ ഫലമായിട്ടാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ ലിബറൽ ചിന്താഗതികളെ ശക്തിപ്പെടുത്താൻ അവർക്ക് ശ്രമിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളും ഇല്ലാതെ അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള സാഹചര്യം. സമൂഹം ജാഗരൂകരാവുക എന്നുള്ളത് തന്നെയാണ് ഈ സംഗതിക്ക് ഒരു പരിഹാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.